ഹലോ ഗായ്സ്. തട്ടൂടാ വണ്ടി ഓടിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് ഇത് വീട്ടിലല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ലൈവ് വരാൻ പറ്റിയിട്ടില്ല. ഞങ്ങളൊരു ഭയങ്കര എമർജൻസി മീറ്റിംഗിലായിരുന്നു. ഞാനിന്ന് ആരെ കാണാൻ പോയതാണ്. അതെ, അവള് പുതിയൊരു ചാനല് തുടങ്ങിയിട്ട് ഈ ചാനൽ കൂടെ ഒന്ന് പൂട്ടി കിട്ടിയാൽ സ്വസ്ഥായി പിള്ളേർക്ക് എന്നെ കിട്ടും. അതാണ് നമ്മുടെ പ്ലാന്. ഞാൻ എറണാകുളത്താണുള്ളത്. മാത്രമല്ല ഒരു യാത്രയിലാണ് സുഹൃത്തുക്കളെ, യാത്രയിലാണ്. ആ യാത്രയിലായതുകൊണ്ടാണ് എനിക്ക് ലൈവ് വരാൻ പറ്റാതെ പോയിട്ടുള്ളത്. ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ ചാനൽ പൂട്ടി തന്നില്ലേ? സമാധാനമില്ലേ നിനക്കൊക്കെ? കുറച്ച് ദിവസം ഉണ്ടാവും നടക്കും. ഹായ് സുമി, ഹായ് വാൾ. എന്താ ബോട്ടിൽ ബില്ലിയ? ഇതൊക്കെ എന്തോടി നോക്കി ഇറക്കേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വണ്ടി ഓടിക്കുമ്പോ മൊബൈൽ നോക്കിക്കോ. നമ്മള് സ്നേഹപ്പൂവേ. ഓഹോ, ഒരു വസ്തുവും കാണാൻ ഓട്ടോ കണ്ണേ. ഫാൻസ് ക്യൂട്ട് സ്റ്റാർസ്. ഞാനോ? ലവ്ലി ആൻഡ് ലില്ലി. ലവ് ബില്ലി. ജസ്റ്റ് ഡോഗ്സ്. ഭയങ്കര വിലയായിരിക്കും മോനെ, നമ്മൾ വിചാരിക്കുന്ന കണക്ക് വിലയൊന്നുമല്ല. ഹായ് പ്രീത, ഹായ് എവരി വൺ. ഞാൻ ഒന്നും മാറ്ററൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതുപോലെ കടയ്ക്കല്ലടാ, പട്ടിക്ക്. ഇവിടെ എക്സ്പെൻസീവ് ഏരിയല്ലേ, അതിൻ്റെതായ വില ഉണ്ടായിരിക്കാനാണ് ചാൻസ്. ഹായ് താ, ഒന്ന് പൊട്ടിച്ചാൽ 101 ചാനൽ തുറക്കണം. അല്ലാതെ പിന്നെ സന്ധ്യ കുട്ടപ്പൻ അടാ കണ്ണ. ഗുഡ് മോർണിംഗ്, സോറി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ചേച്ചി. ലൂയി ആൻഡ് ലില്ലി മൈ പെറ്റ് നെയ്മ. ഓക്കെ. ഞങ്ങളെ യാത്രയിലാടെ സത്യമായിട്ട് ഭയങ്കര ടയർഡ്. എൻ്റെ കണ്ണൊക്കെ കണ്ട് ഞാനിപ്പോൾ ഇത്രയും നേരം കൊണ്ട് ഞങ്ങളിന്നൊരു കോഫി ഷോപ്പ് കാണാനായിട്ട് വന്നതായിരുന്നു. ഒരു കോഫി ഷോപ്പിൽ വന്നതായിരുന്നു. അവർ നമ്മളെ ഉദ്ഘാടനത്തിനൊന്നും വിളിച്ചില്ല. അപ്പം നമ്മൾ വിചാരിച്ച് വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് അറുമാദിക്കാന്ന്. അങ്ങനെ ഞങ്ങൾ അത് അറുമാദിച്ചിട്ടൊക്കെ വരുന്നതാണ്. ഡായ് നിർത്തടാ, ഞാനൊന്നും നെക്കിയില്ല. ഓർത്തടാ. സാന്തേട്ടാ, എന്റെ സേത്തേട്ടാ, കേക്ക് മുറിക്കണ്ടേ? എടേ, നമ്മളിത് 100K അടിച്ചപ്പോൾ കേക്ക് മുറിച്ചാടേ. നമ്മൾ 100K അടിച്ചപ്പോൾ കേക്ക് മുറിച്ച. അപ്പം മുറിക്കാത്ത കേക്ക് പിന്നെ നമ്മൾ എപ്പം മുറിക്കും? അവിടെ കാശും പണമൊന്നും ഇല്ലെന്ന് പറയുകയും ചെയ്യും. നാട് നീളം നടന്ന് കേക്കും കാറ്റും കട്ടൻ ചായയൊക്കെ മുറിക്കുകയൊക്കെ ചെയ്യും. അവരുടെയൊക്കെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയൊരു അവസരമാണല്ലോ ഇപ്പോഴുള്ളത്. വിഷയമൊന്നും വേണ്ട, കുറച്ച് സമയം ലൈവ് വന്നാൽ മതി. അതാണ് പ്രീത. ഞാൻ അതാണ് മോൻ്റെ അടുത്ത് പറഞ്ഞിടാ, 9 മണിക്ക് ലൈവ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇവന് ഡ്രൈവിംഗ് ഒന്നും അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ലൈവ് വരണമെന്നുള്ളതുകൊണ്ട് സൈഡിലോട്ട് മാറിയിരുന്ന് അവനക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാനൊരു അവസരം കൊടുത്തതാണ് കേട്ടോ. കേട്ടെ, ഷാറൂഖ് ഖാനെ കാണട്ടെ. ഷാറൂഖ് ഖാനെ ഇങ്ങോട്ട് നോക്കരുത്. ഇങ്ങോട്ട് നോക്കി അടി വാങ്ങിക്കുന്നു. നേരെ നോക്കി വണ്ടി ഓടിക്കുക. സുനി തോമസ്. ഞാനേ ഒരു ഭയങ്കരമായ ഒരു സീരിയസ് സംഗതിയുടെ പുറകെ, പാണ്ടിപ്പുറക്കിയുടെ കുറെ വിഷയങ്ങളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വക്കീൽ അദ്ദേഹത്തിനൊന്ന് കണ്ടതാണ്. എൻ്റെ ശിവനെ, എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ പൊന്നു. എടാ കള്ള പാണ്ടി, അനക്കുള്ള വകുപ്പും കൊണ്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. പാണ്ടി നീ സൂക്ഷിച്ചോ, എൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹായ് ശാന്തകുമാരി. പാണ്ടി മൊത്തം കള്ളനാടോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ആ ഒരു സാധനം കണ്ടപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഇത്രയും വലിയ കള്ളനാണ് ഇവനെന്നുള്ളത് ഇല്ലേ. കൊച്ചിയൊന്നും പഴയ കൊച്ചിയല്ല, പക്ഷെ ഷെബീന പഴയ ഷെബീന തന്നെയാണ്. സിനിമ എനിക്ക് ഒരു രസമില്ലാത്ത പോലെ മോനെ. അവർക്ക് കഫേ കേക്ക് കട്ട് ചെയ്യുന്നതിന് എന്തിനാ പ്രോബ്ലം? പൊട്ടന്മാർ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അവർ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടേ. നമ്മളെ ബർത്ത്ഡേ വന്നാൽ പോലും ഒരു കേക്ക് കട്ട് ചെയ്തില്ല. അവിടെ കേക്കിനൊക്കെ മുടിഞ്ഞ വിലയാണടേ. 1000 രൂപയെങ്കിലും വേണ്ടേ ഒരു കേക്കിന്? 1 കിലോ കേക്കൊക്കെ വാങ്ങിക്കണം. 900 എന്തായാലും കൊടുക്കണം.
1/2 കിലോ കേക്ക് ആണെങ്കിൽ പോലും 850 തൊട്ട് തുടങ്ങും. നല്ല പൈസ കൊടുക്കണം. എന്റെ ഇപ്പൊ 1000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ മീനും ഇറച്ചിയും ഒരാഴ്ചത്തേക്ക് വാങ്ങിക്കും. ഒരാഴ്ചത്തേക്കുള്ള മീനും ഇറച്ചിന്റെ ബഡ്ജറ്റാണത്. നമ്മളതിലൊന്നും പൈസ ഇല്ല. നമ്മൾ പാവങ്ങൾ അത്തപ്പാടിയുടെ നമ്മളെ വെറുതെ നമ്മളതിൽ 25,000 രൂപയും മാപ്പും ചോദിച്ചാൽ നമ്മൾ ചാനൽ വേണ്ടാന്ന് വയ്ക്കുമെന്നല്ലാതെ നമ്മളെ കാശൊന്നും ഇല്ലല്ലോ കളെ. നമ്മളെ പൈസ നമുക്കിപ്പോൾ ചാനൽ വേണ്ടാന്ന് വയ്ക്കുന്നതാണ് നല്ലത്. സുഖം. ആകെ 10,000 രൂപ കിട്ടുന്ന ഒരു ഉണക്ക ചാനലും അതിൻ്റെ കൂടെ 25,000 രൂപ അവൻ്റെ പോടാ. ബർത്ത്ഡേ കാണാൻ ഇന്നത്തെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അയ്യേ, ഇന്ന് ഞാൻ ആകെ ക്ഷീണിച്ച് ഭ്രാന്തിയായാലും ഇരിക്കുന്ന കുഞ്ഞെ. ഷെഫീന, ഇത്താ സുഖമാണോ? താത്ത സുഖമാണോ? സുഖമാണോ മുത്ത്? സ്വത്തെ സുഖമാണോ കുട്ടി? ബ്യൂട്ടിഫുൾ. ഹായ് മാം. ഇത്താക്ക് എല്ലാവരും എടുത്താലേ കണ്ടും കാണുള്ളൂ. ഏറ്റവും ഇഷ്ടം ഫിഷ്ടാണ്. ത്രിപിളക്സിന് എങ്ങനെ അറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടം ഫിഷാണെന്ന്? എടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനെന്ന് പറഞ്ഞാൽ. ഐ ആം വെരി മച്ച് അഡിക്റ്റഡ്. നമ്മൾ പോയെടുത്തുണ്ടല്ലേ അങ്ങനെ ഒരു സാധനം. ഞങ്ങൾ ഇന്ന് പോയൊരു കഫേ, എന്താ ഉട്ടോപ്പിയ കഫേ. ശരി, എന്തരാ ഒരു പേരടെ. എനിക്കത് ഉത്തോപ്പിയ എന്നാണ് വായിച്ചത്. എനിക്ക് കിട്ടിയതല്ലേ വായിക്കാൻ പറ്റൂ. പിന്നെ ഉട്ടോപ്പിയ. എന്തരാ ഒരെണ്ണം. അതില് പോയി പാൽ കപ്പേ അല്ല പാൽ പൊറോട്ടയും പിന്നെന്തരായിരുന്നു വേറൊരു സാധനം. പാൽ പൊറോട്ട, പിന്നെ മൈക്രോ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, ചായ, കാപ്പി, വെള്ളം, പിന്നെന്ത് വരുന്നടാ വേറെന്തൊരു ഒരു സാധനം തന്നല്ലേ, സ്പിനാച്ച് ഫ്രൈ. എന്തരൊക്കെയാണ് അന്ത കൊച്ചൻ. എനിക്കറിയാൻ വയ്യ എന്തരൊക്കെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച്. ഇവനൊക്കെ മാക്കെന്ന് തിന്നാണ്. ഞാനും ഇവന് മാത്രമേ പോയുള്ളൂ. ഇളയവൻ മിനുവിന്റെ കൂടെയാണ്. അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് അയ്യോ അതിപ്പോഴാണ് അറിഞ്ഞത്. അഹങ്കാരത്തിന് തൻ്റെ ഇടത്തിനും കൈയും കാലും വെച്ചവളാണ്ടാ ഞാൻ. ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ട. അഹങ്കാരി അല്ല. പിന്നെ മുടി സെറ്റ് ചെയ്യാത്തത് എന്തേ? മുടി സെറ്റ് ചെയ്യാ ഇതെങ്ങനെ ചിരിപ്പൂല ചീപ്പ് എടുത്താൽ ഇതിനകത്തുള്ള പാതി മുടി ചീപ്പിലിരിക്കും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കുറച്ച് ദിവസം ചീപ്പുണ്ടാകുന്ന പുല്ല്. ഇന്ന് മേക്കപ്പ് കുറഞ്ഞു പോയെന്നൊരു ഡൗട്ട്. അതിന് ഞാൻ ഇന്ന് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. കരി വരയ്ക്കാറുണ്ട്, അത്യാവശ്യം ലിപ്സ്റ്റിക് ഇടാറുണ്ട്. അതൊന്നും സമയം കിട്ടിയില്ല. പുറത്താണുള്ളത്. ഹായ് ഷെഫീന. ലീന ചന്ദ്രൻ ഹായ്. സുമി ഹായ്. ചേച്ചി ഈ ലീവ് ആണ് അവർക്കുമുള്ള മറുപടി. ലൈവാണ്. എടാ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം എനിക്ക് സമയം തരണം. എൻ്റെ ചാനൽ പോയി സങ്കടം ഉണ്ടാവില്ല എനിക്ക്. 2 ദിവസം എനിക്ക് വിഷമിക്കാനുള്ള സമയം തരൂ. ഐ വിൽ വിഷമിക്കൽ ഫോർ 2 days, then I will come back. നമ്മളിനി ഇവിടെ കുത്തിയിരുന്ന് കുണ്ടണി പ്രദൂഷണം ഏഷണി എല്ലാവരും ചപ്പടിച്ചോളില്ലേ ബേബി. എടാ ഞാനിപ്പം ഇച്ചിരി പ്രദൂഷണമൊക്കെ നിർത്തി വെച്ചിരിക്കുകയല്ലേ. I am on live, man. Yeah. Hello, ma'am. I think you should take actions against people misusing your photo. Aisha Asma. എടേ അരി വാങ്ങിക്കട്ടെ അവന്മാര്. അക്കൂടെ നമുക്ക് റീച്ചും കിട്ടത്തില്ലേ. അവന്മാര് വാങ്ങിക്കട്ടെന്ന്. ഹായ് ചേച്ചി. അഷിത അശ്വിൻ ഹായ്. നീ ജാമിതയുടെ ക്യാഷ് കൊടുത്തോ? ഇല്ലടാ, ജാമിത എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി ഒരു 1,00,000 രൂപയും കൂടെ തരാമെന്ന്. ഞാൻ അങ്ങനെ അവളും ഞാനുമായിട്ട് കൈകസ്തു. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഫ്രണ്ട്സാണ്. അവള് എനിക്കൊരു 10,000 രൂപ ഇന്നും ഇട്ട് തന്നായിരുന്നു. ഇല്ലേ, ഭയങ്കര മിറ്റല്ലേ ജാമിത 10,000 രൂപ ഇന്നും ഇട്ട് തന്നായിരുന്നു. അവൾ എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമായി. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് കേട്ടാ. സങ്കടം നല്ലോണം കാണുന്നുണ്ട്. കണ്ണൊക്കെ കരഞ്ഞു കലങ്ങിയവര്. സങ്കടം വരാണ്ടിരിക്കും ഇവിടെ. ഭയങ്കര വിഷമമാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളിപ്പോ സൂയിസൈഡിന് പോയതല്ലായിരുന്നാ? സഖ്യപർവ്വത സാനുക്കളിലേക്ക് പോയി ഒന്ന് സൂയിസൈഡ് ചെയ്യാൻ പോയതായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഞാൻ വീട്ടിലെ അരിയും ഉഴുന്നും ഇട്ടിട്ടുണ്ട്, ആട്ടി വെച്ചില്ലെന്ന്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. സത്യത്തിൽ എനിക്ക് അതിനകത്തൊന്നും കഴിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. എന്ന് വെച്ചാല് നമ്മുടെ ഐറ്റം ഫിഷാണ്, പക്ഷെ മുടിഞ്ഞ വിലയാട്ടോ. നല്ല വിലയുണ്ട് കേട്ടാ. ഇല്ലടേ, വിലയുണ്ട്. ചിലപ്പം ആ ഒരു സ്ഥലത്തിന്റെ ഒരു ഡിഫറൻസ് ആയിരിക്കാം. അവരൊരു പ്രോഡക്റ്റിന്റെ പേര് പറഞ്ഞായിരുന്നു. എനിക്കത് നല്ല സൂപ്പർ ആംബിയൻസ് ആണ് കേട്ടോ. എല്ലാവരും പോണം. ഉത്തോപ്യൻ കഫേ. എടേ ആ പേരറിയത്തില്ല, അത് നിങ്ങൾ ഒന്നും കൂടെ കണ്ടുപിടിച്ചോ. പോളി വൈബാണ്, ഫാമിലി ആയിട്ടുള്ളത്. ചിലപ്പോൾ ജിനുവിന്റെ മോളെ ബർത്ത്ഡേ എവിടെ വെച്ചായിരിക്കും അല്ലേ?
ജിനു കൊച്ചിന്റെ മോളെ ബർത്ത്ഡേ ചിലപ്പോൾ അവിടെ വെച്ചായിരിക്കും. എനിക്ക് വീണാമ്മയെ കാണാൻ പറ്റിയില്ല. വീണാമ്മ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളവിടെ ഒരുങ്ങി കെട്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വീട്ടിൽ പോണത് ഒരുപാട് ലേറ്റായി. ഞങ്ങൾക്ക് ഒത്തിരി ലേറ്റായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ലിഫ്റ്റൊന്നും തുറന്നു നിർത്തില്ല. നമ്മളെ വെളിയിൽ നിർത്തും പങ്കാളി ചെറുക്കൻ. ഹായ് ഷെഫീന, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. അത് അധികം ആർക്കും മനസ്സിലാകുന്നില്ല. വേണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സീനാച്ചെ എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് വലിയ താല്പര്യം ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് നിങ്ങൾക്ക് വേണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഐ വിൽ ഡൂ ദാറ്റ്. ഞാൻ എൻ്റെ പരിപാടി ഞാൻ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഇപ്പോൾ ഈ ഒരു സാധനം ഇപ്പം നമ്മുടെ ഒരു ചാനലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എനിക്കറിയത്തില്ല. വീട്ടിൽ സത്യം പറഞ്ഞാൽ കുറച്ച് സമയം കൂടുതൽ കിട്ടി അല്ലേ. ഈ ചാനലും ആ ചാനലും രണ്ടും കൂടെ വെച്ചിട്ടുള്ള ഒരു കസർത്തായിരുന്നു ഇപ്പൊ തന്നെ. ഷാരൂഖ് ഖാൻ ചേട്ടൻ സുഖമാണോ നടാ? നിനക്ക് സുഖമാണോടാ മോനെ? ഐ ആം സുഖം. അവന് സുഖം. അരി ഒന്നും അരച്ചു വെച്ചിട്ട് വീണ്ടും പോയി ആത്മഹത്യ ചെയ്യൂത്ത. ഇനിയിപ്പോ അരി ഉരുന്നും അഴിച്ചു വയ്ക്കുമ്പോ ഡേറ്റ് ആവും. പിന്നെ അവൻ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് തരത്തില്ല. നാളെ രാവിലെ ലിഫ്റ്റ് ഓൺ ചെയ്ത് നമ്മൾ സഹ്യപർവ്വത സാനുക്കളിൽ വീണ്ടും നാളെയും പോയിട്ട് ഞാൻ ആത്മഹത്യക്ക് ഒരു ശ്രമവും കൂടെ നടത്തും. നിങ്ങൾ ഈ കാര്യം ആരെടുത്ത് പറയരുത് കേട്ടാ. ദയവ് ചെയ്തിട്ട് ഈ ലൈവ് ആരും ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഇതങ്ങനെ പോലീസ് കണ്ട ആത്മഹത്യക്ക് എനിക്കെതിരെ കേസെടുക്കുക, എന്നെ 3 മാസം പിടിച്ച് അകത്തിട്ട് ഞാൻ തിന്നെ ചെയ്യരുത്. ക്രിസ്മസ് ബോറായിരുന്നടേ. മോനില്ലാത്തതുകൊണ്ട് രസം ഉണ്ടായിരുന്നില്ല. മൂത്തവൻ വന്നപ്പോൾ ഇളയവൻ പോയി. അപ്പം പിന്നെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂടെ. നമ്മളെ ആർക്കും വേണ്ട സത്യമായിട്ട്. അയ്യോ എന്തൊക്കെ എഴുതിയിടുന്നു ഞാൻ വായിച്ചില്ല. ഇത്തിരി സൗമ്യമായി സംശയിച്ചൂടെ? ഇല്ലടേ, ഇതിൽ കൂടുതൽ സൗമ്യതയൊന്നും എനിക്ക് വരത്തില്ലടേ. സൗമ്യ എന്നുവെച്ചാൽ കരഞ്ഞു പറയാനാണ്. ലവള് പറയുന്നതാണെങ്കിലേ എന്താ മരിയോ പറയണ, തമ്പുരാനെ എന്നെ സംരക്ഷിക്കണേ, എന്നെ നോക്കണേ, എന്നെ സഹായിക്കണേ ശിവനേ. എന്തോ 1 ലക്ഷം ചാനൽ അടിച്ചുപോയി. എക്സാക്ട്ലി വട്ടാണല്ലേ. ചെറിയ വട്ടൊക്കെ ഉണ്ടോടാ. പുട്ടിയും പെയിന്റും വില കൂടിയ മച്ചമ്പിയുടെ. പുട്ടിയും പെയിന്റും ഇടാനുള്ള സാവകാശം കിട്ടില്ല. നിങ്ങൾ പറയണമെങ്കിൽ ഞാനിപ്പോൾ ഇടാം. കണ്ണൊക്കെ കരഞ്ഞു കലങ്ങിയിരിക്കണം. മൂക്കിങ്ങനെ നിങ്ങൾ അപ്പോ എന്തൊക്കെ എഴുതിയിടുന്നു ഒന്നും വായിച്ചില്ല. എന്റെ ശാന്തേട്ടാ, ഈ ചാനലും സ്ട്രൈക്ക് അടിക്കാൻ ജംഷീർ റെഡിയാണ്. ചെയ്യാൻ പറ. ഇതും കൂടെ ഒന്ന് അടിച്ച് കളയാൻ പറ. എൻ്റെ അടുത്ത് ഇതും കൂടെ ഒന്ന് ചെയ്യാൻ പറ. ഈ ചാനലും വൈകാതെ പോകുമെന്ന് കേട്ടല്ലോ. എന്താണ് ഇത്രയുടെ അഭിപ്രായം? ഐ ആം വെരി മച്ച് ഹാപ്പി. ഞാൻ പാരലായിട്ട് വേറൊരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അത് പോയി അടുത്തത് തുടങ്ങും. എടാ ഇതൊക്കെ ബ്ലണ്ടർ അല്ലേടേ. മറ്റേ നമ്മൾ കെയർ ചെയ്യാത്തത് കൊണ്ട്, വലിയ ഇത് കൊടുക്കാതിരുന്നത് കൊണ്ട് സംഭവിച്ച ഒരു ഇതല്ലേ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേറെ എത്രയോ പേരുടെ വീഡിയോ നമ്മൾ അതിനകത്ത് ചെയ്തിരിക്കുന്നു. വേറെ ആരെങ്കിലും ചെയ്താ? അത് അവളുടെ സ്വഭാവം അതാണെന്ന് തെളിയിക്കാൻ ഇതിൽ പരം മറ്റെന്തെങ്കിലും വേണോ? അവള് ജിനുവിനെ പിന്തുടർന്ന് ആക്രമിക്കുകയും ഉപദ്രവിക്കുകയാണെന്ന് ജിനു പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. എടേ ജോലി ചെയ്ത് ജീവിക്കടി എന്ന് പറഞ്ഞാൽ എനിക്കിട്ട് അവൾ ഇതാണ് ചെയ്തെങ്കിൽ, കൂടെ താമസിച്ച് അവള് വേണ്ടാന്ന് വെച്ച ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയുമായിട്ട് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കില്ല. അങ്ങനെ ഒരു കോമൺ സെൻസ് നിങ്ങൾക്കില്ലെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. തിങ്ക്. ഹായ് ചേച്ചി, ഗ്രേറ്റ് ഫൺ ടു സീ യു. താങ്ക് യു. വേറെ പണിയൊന്നുമില്ലേ? ഈ ചോദ്യം എന്താ വരാത്തേന്നായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ഒരു പണിയും ഇല്ലടേ. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുണ്ട് ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കുകയാണ്. അടിച്ചു പോയടാ, നിനക്ക് സഹിക്കുന്നില്ലെന്ന്. ഹലോ, ന്യൂസ് ഹാക്കറിന് മറുപടി ഇല്ലേ? ഇപ്പൊ തന്നെ മറുപടി പറയണോ അതോ ഇനി നാളെ രാവിലെ പറയണോ? മോനെ ലൈറ്റ് ഒന്നിട്ടടാ. ഇട്ട കുഴപ്പമുണ്ടാ? യു ഹാവ് എനി ഇഷ്യൂസ്? അതില്ലടാ, അത് അങ്ങോട്ടാക്കിയല്ലേ ഉള്ളു. മറ്റേ നീ ദുബായിന്ന് വിചാരിച്ച. ഇപ്പൊ സെറ്റായില്ല. സെറ്റ് ഫ്ലെക്സ് ആവാൻ പോവാണോ? എന്താ ഞാൻ ചാവാൻ പോവാണോന്നാ? ഹായ് ചേച്ചി, ഞാൻ വന്നേ. പ്രിയ ഹായ്. നീ ഒതുങ്ങത്തില്ല അല്ലേടി? ഇല്ലടാ മയിരേ, നീ ഒതുങ്ങ പോടാ നാറി ദക്കാളി മക്കളെ. നിന്റെയൊക്കെ അമ്മയെ ഒതുക്കടാ നായിറ്റളെ. Such a bold lady, hats off. Thank you ജിൽന. എടേ ഞാനിന്ന് എന്തു മക്കളെ സൗണ്ട് കേട്ടെ? അത് അവരുടെ വണ്ടിയാണ്. പുറത്തെ സാധനം
You continue with your life. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലടാ. വണ്ടി എന്റെ വണ്ടി ആയതുകൊണ്ടുള്ള ടെൻഷനാണ്. എന്റെ ഉണക്കൽ വണ്ടിയാണെങ്കിൽ ഞാൻ മിണ്ടൂല, എന്തെങ്കിലും ആവട്ടെന്ന് വെച്ചെന്നെ. വണ്ടി കൊണ്ടുവരാൻ വേണ്ടിട്ട് വിട്ടില്ലല്ലോ. ഇത് എന്റെ വണ്ടി ആയതുകൊണ്ടുള്ള ടെൻഷനാണ്. ബിസ്മി ഛർദി. എടി നിനക്ക് വയറ്റിലുണ്ടടി മൈത്താണ്ടി മോളെ. എടി മൈലാഞ്ചി മോളെ, നീ ഛർദിക്കണ എന്ത്? ഏവം കയറ്റിയടി അടിച്ച്. അവൾക്ക് ജോലിക്ക് പോകാൻ വയ്യ, ജിമ്മിൽ പോകാൻ പറ്റും. അപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. പാവം പോലെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ വിഷങ്ങൾ. അതിനുള്ള ഉത്തരമാണ് ക്യാരറ്റ്. ഹായ് ചേച്ചി, ലവ് യു. ഷേർലി സാജു. എടാ ഞാൻ ഇന്ന് എൻ്റെ ടൈം ലൈന് നോക്കിയിട്ട് 71% ലേഡീസാ. നിങ്ങളൊക്കെ എൻ്റെ പിറകെ എന്തിനാടാ ഇങ്ങനെ നിൽക്കണത്? കളഞ്ഞിട്ട് പൊയ്ക്കൂടെ പെണ്ണുങ്ങളെ? നാട്ടുകാർ വിചാരിക്കും ഏതൊക്കെ എന്തിൻ്റെ കേടാന്ന്. എല്ലാവരും ഹായ് കാണിക്കലും സെലിബ്രിറ്റി വരെയാണ്. വഴിയിലൊന്നും ഒരു പൂച്ചയില്ല. എന്നാലും നമ്മൾ ഹായ് 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 ഹായ്. ആ 2 പിള്ളേർക്ക് മലയാളം അറിയാത്തത് നല്ലത്. അത് നല്ലൊരു കാര്യമാണ്. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വക്കീലും അതാണ് പറഞ്ഞത്. ചെറുക്കനിക്ക് മലയാളം അറിയാത്തതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന്. ഞാൻ വന്നേ പോയി. ഹായ് കല പറഞ്ഞൊരു സ്റ്റോറിയിൽ ഒരു ലേഡിയെ ഞാനിന്ന് കണ്ടായിരുന്നു കേട്ടാ. ഒബ്വിയസ്ലി ചില സ്റ്റോറീസ് കേൾക്കുമ്പോഴത്തേക്കും നമ്മളൊന്നും അല്ല എന്ന് തോന്നിപ്പോവും കേട്ടോ. സീരിയസ്ലി. എടാ ആൻറ്റോ, നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ നീ വിളിച്ചപ്പോഴത്തേക്കും ഞാനൊരു ഭയങ്കര മീറ്റിങ്ങിലായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അന്താരാഷ്ട്ര ചർച്ചകളായിരുന്നു. അടുത്ത നീക്കങ്ങൾ എന്താണെന്നുള്ളതിൽ ഒരു ചർച്ച. എന്താ തിരിച്ചു പോണേ? അങ്ങോട്ടല്ലേ? അങ്ങോട്ട്. ലെഫ്റ്റ് ആണോ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ലെഫ്റ്റ് ആണ്. ബിരിയാണി ചെമ്പ്. വന്നല്ല കാർത്തി മോൾ, അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റൂ? ഹലോ, നിങ്ങളെ പോലെ ഗേൾസ് ഇതാ ഒരാൾ മതി. ചേച്ചി പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. ലവ് യു. താങ്ക് യു ഷേർലി സാജു. എടാ ഞാൻ വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 ദിവസത്തേക്ക് എനിക്കൊരു സാവകാശം തന്നെയാണ്. ഇന്നും നാളെയും കൂടെയാണ് അല്ലേ? നാളെയും കൂടെ ഞാൻ തിരക്കായിരിക്കും. നാളെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. തൽക്കാലം ഞാൻ ലൈവ് മാത്രമേ വരുള്ളൂ. സമയമില്ലാത്തത് കൊണ്ടാണ്. രണ്ട് പണിത്തിരക്കുകൾ, അതിതീവ്രമായ പണിത്തിരക്കിലാണ് ഞാനുള്ളത് ഇന്നും നാളെയും. പിന്നെ ഞങ്ങളൊരു ട്രിപ്പ് ഉണ്ട്. അതായത് നമ്മൾ പറയാം, അത് സർപ്രൈസ്. അത് മോനും കൂടെ വരണം. ഇളയവനെ അവൻ്റെ ഡാഡ കൊണ്ടുപോയിട്ടുണ്ട്. മിനു കൊണ്ടുപോയി. ഇപ്പം ഇനി കൊണ്ടുവന്ന് വിട്ടാൽ എങ്ങോട്ടെങ്കിലും പോക്ക് കിടക്കും. ഞങ്ങൾ 2 ദിവസം നല്ല തിരക്കിലാണ്. ഒരു മൈതന്നെ ചൊറിയുന്നത് എടുത്ത് സാബു ഇപ്പം കളഞ്ഞേക്കാം. അത് ഞങ്ങൾ പറയാൻ കാത്തിരിക്കുകയായിരുന്നു. പോ, ചൊറിഞ്ഞ് തീർന്നില്ല. അല്പന് അർത്ഥം വന്നാൽ രാത്രിയിൽ കാറിനുള്ളിൽ ലിപ്സ്റ്റിക് ഇടും. എന്നെ കളിയാക്കുന്ന രമേശണ്ണ. ചേച്ചി, ന്യൂ ഇയർ എന്താ പരിപാടി? തകർക്കല്ലേ, പൊളിക്കല്ലേ, കാശിലടേ. അല്ലെങ്കിൽ ഞാൻ ചെരുപ്പിലെ പടക്കമൊക്കെ വാങ്ങിച്ച് കത്തിച്ചേനെ. അത് ശരിയാ. അയ്യോ ലേറ്റായി പോയി. കണ്ട അയാള് സൂപ്പർ സ്ഥലത്തോട് യാത്ര ചെയ്യണം പിള്ളേരെ. അടിപൊളിയല്ലേ? സുന്ദരി എവിടെ പോണു? ഞാൻ ഒരു അത്യാവശ്യമായിട്ട് നമ്മളെ നരേന്ദ്രമോദി വന്നിട്ടുണ്ട്. അദ്ദേഹവുമായിട്ടൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നാളത്തെ പ്രോഗ്രാംസ് ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ പോവുകയാണ്, യാത്രയാവുകയാണ്. ഇനി പിണറായി വിജയൻ ഇന്ന് രാത്രി പോയി കണ്ടിട്ട് നാളത്തേക്ക് ഒരു മീറ്റിംഗ് അപ്പോയിൻറ്റ്മെൻറ്റ് വാങ്ങിക്കാം അല്ലേ? അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഹാപ്പി ന്യൂ ഇയർ സന്ധ്യ കുട്ടപ്പൻ. ഓക്കെ, പെട്ടെന്ന് ഫ്രീ ആയി വാ. നാളെ കഴിഞ്ഞിട്ട് നാളെ കൂടെ ഉള്ളൂ കേട്ടോ. നാളെ കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും. പിന്നെ നമുക്ക് വീഡിയോ ഇടാം. വിജിരാജ് അഞ്ചൽ പറഞ്ഞതിനെ പറ്റി പറഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന എന്താണ്? വിജിരാജ് അഞ്ചൽ പറഞ്ഞതിനെ പറ്റി പറഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന്? വിജിരാജ് അഞ്ചൽ എന്ത് പറഞ്ഞെന്നാണ്? വാട്ട് കോക്കനട്ട് ഹീ ടോക്ക്. വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്നത് ഒരു തെറി വിളിക്കുന്ന നായിൻ്റെ മോനല്ലേ? അലവലാതി പന്നി പൂമോനല്ലേ? അവനെ ഒന്നും ഈ ചാനലിൽ എടുക്കത്തില്ല. ഇനി അവൻ്റെ പേര് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ ചാനലിൽ നിന്ന് ഔട്ടാക്കും. അതിനകത്തൊന്നും തർക്കം വേണ്ട. അങ്ങനെയുള്ള അലവലാതി തന്തയില്ലാത്ത മക്കൾക്കുള്ള ചാനലല്ല ഇത്. ഓക്കെ, വിളിയാട്ടല്ലേ ഏസപ്പം കണ്ട വഴിയോട്. യെസ് സിത്താത്ത, തൂറുന്ന വീഡിയോ ജംഷീറിൻ്റെ ഉണ്ട്. നിനക്ക് തൂറി കാണിക്കണോടാ? എന്തുറ്റി? ഒന്നും പറ്റിയില്ല. ചാനൽ നഷ്ടപ്പെട്ടിട്ടില്ല. ചാനൽ
ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞാല് അത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് മുഹമ്മദ്. അത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോ നീഡ്, ഇഗ്നോർ ഇറ്റ്. അത്രേ ഉള്ളൂ. ഇഗ്നോർ ഇറ്റ്. മമ്മൂനെ നമുക്ക് എന്ത് ചാനല്, നമ്മുടെ പിന്നെ ക്ലബ് ഹൗസ് ഐ ഡി അവന്മാര് പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് നമ്മളവിടെ നിന്നില്ലേ. ആ ഐ ഡി പൊട്ടിച്ചപ്പോഴത്തേക്ക് എന്തായിരുന്നു, റിവേഴ്സിലായിരുന്നു അതിന്റെ ഒരു ക്ലബ് ഹൗസിന്റെ തിരിച്ചു വരവ്. അതായത് 50, 60, 70K ഉള്ളവർക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ട് ക്ലബ് ഹൗസ് ഒരു പുതിയ സാധനം കൊണ്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തില്ലേ. ഫോളോവർ ഉള്ളവർക്ക് 0, ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ ഇതും കിട്ടിയില്ലേ. അതാണ് അത്. കർമ്മ തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് കാണാം. ആരാ ജംഷീദ്? അത് സാബുവിന്റെ ഉമ്മാടെ മാപ്പിളയാ. ഹായ് റസീന. അയ്യോ നീ നിന്നെ കാണാനില്ലെന്നും പറഞ്ഞ് ഇവിടെ ആളുകൾ തിരക്കണുണ്ടായിരുന്നു. നീ എവിടെയാണ് വെച്ചേ? നിന്നെ കാണാനില്ലെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ഹാപ്പി ജേർണി ചേച്ചി. ഓ നീ വീട്ടിലേക്ക് പോകുന്ന വഴിയാടെ. നിങ്ങൾ ജംഷീറിനെ നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. ആ ശരി, എനിക്ക് ഭയങ്കര പേടിയാ. വലിച്ചു കീറാനുള്ള പലതും ജംഷീറിനെ കണ്ടെന്നു. അയ്യോ ഉണ്ട്. അയ്യോ തന്നടെ ഭയങ്കര പേടിയാ. ജംഷീറിനെ പേടിച്ചിട്ട് ഞാനൊരു മൂല കയറി ഒളിച്ചിരുന്ന് വീഡിയോ ചെയ്യല്ലേ. ഞാൻ താണ്ട ഇവിടെ കൂടെ ലൊക്കേഷൻ കണ്ടു. ദിസ് ഈസ് മൈ ലൊക്കേഷൻ. ജംഷീറിന്റെ അടുത്ത് ഇങ്ങനെ അല്ലടാ അവനെ ലൊക്കേഷൻ ഇടാൻ പറ. എന്നിട്ട് വന്ന് ചരിയും പറ. വല്ല നാട്ടിലും പോയിരുന്ന കവടി നിർത്താതെ ഇങ്ങോട്ട് വരാൻ പറ. നാട്ടിൽ വന്നിട്ട് ഷെഫീനെ ഒന്ന് വെല്ലുവിളിക്കാൻ പറ. താങ്ക് ഗോഡ്. ഒരുപാട് സെർച്ച് ചെയ്താണ് മാമിന്റെ ലൈവ് ലിങ്ക് കിട്ടുന്നത്. ഓ താങ്ക് യു. എടേ അത് മറ്റേ ചാനൽ പോകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്യുമ്പോൾ അതൊരു ശരിയാണ് കേട്ടോ മോനെ. സെർച്ച് ചെയ്യുമ്പോൾ എന്റെ ചാനൽ കിട്ടുന്നില്ല. മറ്റേതിനകത്താണ് പോകുന്നത്. അതിനകത്ത് ടാഗ് റിമൂവ് ചെയ്തിട്ട് ഇതിനകത്താക്ക്. ഷുഡ് ഡു ദാറ്റ്. ഓക്കെ മച്ചമ്മി, കുറച്ച് കൗശലം വേണം. സ്ട്രൈക്ക് പോലുള്ളവ അതിജീവിക്കാൻ. മച്ചമ്മി നമ്മളിത് പുതിയതല്ലേ, നമുക്ക് ഇതൊക്കെ അറിയുന്നതാണ്. ആരുടെയെങ്കിലും അടിവേഴ് അന്വേഷിച്ചുള്ള ട്രിപ്പാണോ? ഒരു സംശയം വെയിറ്റിംഗ്. എക്സാക്ട്ലി. അത് കിട്ടി. അടിവേറെന്നല്ല, ഈ പറഞ്ഞത് മുഴുക്ക കളവാണെന്നുള്ള റെക്കോർഡിക്കൽ എവിഡൻസ് ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ഞാനല്ല പറയേണ്ടത്, പറയേണ്ടവരെ കൊണ്ട് ഞാൻ പറയിക്കും. അല്ലടാ, ഇന്ന് ആദ്യമായിട്ടാണ് പറയേണ്ടവരെ കൊണ്ട് ഞാൻ പറയിച്ചിരിക്കും. ഇനി ഞാനല്ല, അവര് പറയട്ടെ, അവരെ കൊണ്ട് പറയിക്കും എന്നുള്ളതാണ്. അത് വാശി തന്നെയാണ്. അത് ഞാൻ എന്തായാലും അതങ്ങോട്ട് ഇട്ടേക്കാം, ഡീറ്റെയിൽ ഇട്ടേക്കാം. അപ്പം മനസ്സിലാകും. കുറച്ച് കാര്യമുണ്ട്, ഞാൻ പറയാം. രാത്രി ഇട്ടേക്കാം, മെസ്സേജ് ഇട്ടേക്കാം. CBSE സോഷ്യൽ സ്റ്റഡീസ് ഇൻ മലയാളം. ഹായ് ഷെബീന ചേച്ചി. ഹായ്. ഞാനിവിടെ ഒരു മൂലയിലുണ്ട്. അവിടെയൊക്കെ ഇരുന്നോ. അധികം വിളയണ്ട കേട്ടോ. നിന്റെ ചാനലിൻ്റെ കാര്യം ഞങ്ങൾ തീരുമാനത്തിലെത്തിക്കും. മച്ചമ്പി കുറച്ച് കൗശലം വേണം. ഡൽഹി പോയില്ലേ? ഡൽഹി പോവാൻ ഇവന്മാര് 4 ദിക്കി നിന്നാൽ നമ്മൾ ഡൽഹിയിൽ എങ്ങനെ പോകും? ഡൽഹി പോക്കൊന്നും നടന്നില്ല. ഡൽഹി പോക്കൊക്കെ കട്ടപ്പുറത്ത്. എനിക്ക് കട്ടപ്പന വരെ ഒന്ന് പോയാൽ മതിയായിരുന്നു. ഡൽഹിയിലെ ഉമാർ എന്നെ കൊണ്ടുപോകണം. കട്ടപ്പന വരെ ഒന്ന് കൊണ്ടുപോകുന്നില്ല ഈ കൊച്ചു പിള്ളേര്. അതാണ് ചാണക്യതന്ത്രം. അതാണ് തന്ത്രം. രമേശ് നമ്മൾ സംസാരിച്ച് നമ്മൾ സപ്പോർട്ടല്ല, നമ്മൾ അവരെ കൊണ്ട് പറയിക്കണം. ചേച്ചിയെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ട്. എന്നെ കണ്ടിട്ട് ഞാൻ കരഞ്ഞ് തൂങ്ങി ചത്ത് കുത്തി ഇരിക്കണം. നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നു. ആകെ നശിച്ച് നേരങ്കല്ലായത് നിങ്ങൾ കണ്ടില്ല. നിന്നെ ജിനുവിൻ്റെ രതീഷ് ഇരുവെട്ടി നിന്നെ ജിനുവിൻ്റെ ആളുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചു മോനെ. നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒളിച്ചു പോയാലാ? ഒരു പർദ്ദ എങ്ങനെ വാങ്ങിച്ച് തലയെ കൂടെ ഇട്ടോണ്ട് പോയാല്? ഇന്നലെ തപ്പി നടക്കുമായിരുന്നു, ഇപ്പോഴാ കിട്ടിയ. ഓ താങ്ക് യു ശ്രീഷ. നമ്മൾ കാണാനുള്ളപ്പോൾ ചാനൽ പോയാൽ പുതിയ ചാനൽ കാണും. അത്രയുള്ളന്നേ. ഹായ് ഷെഫീന ചേച്ചി. ലൊക്കേഷൻ കാണിക്കുവോ? പിന്നെന്താ ലൊക്കേഷൻ കാണിക്കാൻ. ലൊക്കേഷൻ എവിടെയാടാ? ലൊക്കേഷൻ അറിയാ? ലൊക്കേഷൻ ലൊട്ടയാണ്. ലൊട്ട ജവീനായ തൊടണമെങ്കിൽ ഡബിൾ ചങ്ക് വേണം. അതും പോരടാ, ഗഡ്സ് എന്ന് പറയുന്ന സാധനം വേണം ജവീനായ ഉണ്ടാക്കാൻ. ഷെഫീനയാണ് ശരി, ഷെഫീന മാത്രമാണ് ശരി. രജനി രാജു. താങ്ക് യു മോളെ. അതൊക്കെ മനസ്സിലല്ലേ. രതീഷ് അത്തോടിയുടെ ഉമ്മ വെടിയാണ് എന്ന് ജിനു പറഞ്ഞു. ശരിയാണോ? എന്തിനാടാ ജിനു നിന്റെ ഉമ്മായെ തന്നെ നീ ഇങ്ങനെ എഴുതി വെക്കണ? രതീഷ് ഇരുവെട്ടിയുടെ ഉമ്മ വെടിയാണ് എന്ന് ജിനു പറഞ്ഞു. ശരിയാണോ? എന്തുവാടാ ഇവൻ ചോദിക്കുന്നേടാ? നീ എന്തുവാടാ ഈ ചോദിക്കുന്നേ? നിനക്ക് വല്ല ബോധമുണ്ടാ? യു ഹാവ് ലിറ്റിൽ കഷണ്ടി. യു ഹാവ് ലിറ്റിൽ കഷണ്ടി. യെസ്.
നിങ്ങളുടെ ഇപ്പോഴുള്ള ഹസ്ബൻഡിനെ ലൈവിൽ കൊണ്ടുവരാൻ വേണ്ടി ജംഷൂർ വെല്ലുവിളിക്കുന്നത് കേട്ടു. വെല്ലുവിളി സ്വീകരിച്ചു ഇത്താത്ത. അവന്റെ KUNN ഒന്ന് കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പൊ ഒന്ന് അതൊന്ന് കാണിച്ചു തരാൻ പറ. അറേഞ്ച് ആണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ചുമ്മാ കൗതുകം കൊണ്ടാണ്, ആകെ നെത്തലിയല്ലേ ഇരിക്കുന്നത്. അറേഞ്ച് ആണോ കാലിഞ്ച് ആണോ എന്ന് കാണാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. അവന്റെ അടുത്ത് ആദ്യം അവന്റെ KUNN ഒന്ന് കാണിക്കാൻ പറ. ചേച്ചി, ഞാൻ ഒരു ന്യൂ കേസ് ഇടുന്നുണ്ട്. കണ്ണാ നിനക്ക് മതിയായില്ലല്ലേടാ. എടാ കണ്ണാ നിനക്ക് മതിയായില്ലല്ലേടാ. ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നല്ലോ, എനിക്ക് കാണാൻ പറ്റിയില്ല. കുറെ നോക്കി, അതെ ഇന്ന് കിട്ടി. ഇന്നലെ ഞാൻ ലൈവ് ഇട്ട, ഞാൻ ഡെയിലി ലൈവ് ഇടൂടോ നിങ്ങളുടെ. ഓക്കെ ചേച്ചി, ഒരു ന്യൂ കേസ് ഇടുന്നുണ്ട്. അന്ന് കാണിച്ച കേസാണോ കണ്ണ? ഹായ് തീപ്പൂസ്, ഷെഫി ഞാനുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങളെ തളർത്താൻ ജിംഷാദ് വേറെ ജനിക്കണം. അയ്യേ, അവൻ വെറും തീട്ടത്തി കൃമിയാണ് അവൻ, മൈത്താണ്ടി. അവനെയൊക്കെ ആര് മൈൻഡ് ചെയ്യണം? പുതിയ ഭർത്താവ് വന്നോ മോനെ? ഉമ്മടുത്ത് ചോരിടാ തായാളി മോനെ. നീ നിന്റെ ഉമ്മടുത്ത് ചോരിടാ മൈത്താണ്ടി മോനെ. ഷെഫി ഞാനുണ്ട്. ഉണ്ട് കണ്ട് എവിടെ പോകുന്നുണ്ട്? ഞാൻ എറണാകുളം വരെ വന്നാണ്. 2 പേരെ കാണാൻ പറ്റിയില്ല. ഒന്ന് എൻ്റെ രഘുചേട്ടനെയാണ് കാണാൻ പറ്റിയില്ല, 2 എൻ്റെ വീണ കൊച്ചിനെയാണ്. രഘുചേട്ടൻ കാണാൻ പറ്റിയില്ല. നാളെ വന്ന് രഘുചേട്ടനെയും കൂടെ കാണുന്നതായിരിക്കും. എരുമ മേക്കപ്പ് ഇട്ടിരിക്കുന്നു. അയ്യോ, അതിനിപ്പോ നിനക്കെന്താടാ അത്ര കടിക്കണേ? എന്തിനാടാ എരുമ മേക്കപ്പ് ഇട്ടാ? എരുമയ്ക്ക് എന്ത് മേക്കപ്പ് ഇടാൻ ഒക്കത്തില്ലടാ. നിന്റെ ഉമ്മ പന്നി മോറി എന്തിരിക്കണടാ? ഉമ്മച്ചിക്ക് വിളിപ്പിക്കാൻ വന്നിരിക്കാനടാ തക്കാളി മോനെ. പോ മൈത്താണ്ടി. ഈ ഭർത്താവിനെ കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നവർ ആദ്യം അവന്റെയൊക്കെ ഭാര്യയെ കൊണ്ടുവന്ന് വീഡിയോയുടെ പറയുന്നില്ല. കാരണം അവനെയൊക്കെ പോലെ തരം താഴാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ ആദ്യം ഇല്ല സാധനം ഉണ്ടാന്നൊന്ന് കാണിക്കട്ടെ. ശേഷം അവന്റെ സംസാരവും അവന്റെ ഒരു കിണുക്കും ഒക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്ന വേറെയാണ്. പിന്നെ ഞാൻ ആ കാറ്റഗറി പറയാത്താണ്. നിങ്ങളെ കുറിച്ച് മോശം പറയുന്നവർ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് പറയുന്നില്ല? എന്താ കാരണം? പിടുക്ക് വിറയ്ക്കും. ഈ പിടുക്കെന്ന് പറയുന്ന സാധനമില്ലേ, അത് ആ ബോളില്ലേ, അതിങ്ങനെ വിറയ്ക്കും. അതാണ്. ചീത്ത വിളിക്കരുത് ഇക്കാരെ, യുവമാർ ചൊറിയുന്നതാണ്. അന്ന ആനാണെന്നോ അന്നയാണെന്നോ എനിക്കറിയത്തില്ല. എന്റെ കൊച്ചെ എന്റെ കൊച്ചെ, ഇവന്മാര് തെറി ചോദിച്ച് വാങ്ങിച്ചിട്ട് നമ്മളെ തെറിക്കാരിയാക്കുന്നതല്ലേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താണ് വിഷയമെന്ന്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാളിയെ കാണാൻ പോയപ്പോ തന്നെ നിങ്ങൾ പലരും പറഞ്ഞു, ഞാൻ എന്നെ ചൊറിഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ കണ്ടുപിടിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സത്യമായോ ഇല്ലയോ? അതിലിപ്പോ എനിക്കൊരു ചാനൽ നഷ്ടപ്പെട്ടാലും ഞാനും ജിനുവും പറഞ്ഞത് കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവൾ അതിനേക്കാൾ വലുത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾ വിശ്വസിച്ചില്ല, ജിനു പറഞ്ഞപ്പോഴും വിശ്വസിച്ചില്ല. ഞാനും ഡിവോഴ്സിയാണ്. ഇവന്റെ ഫാദറുമായിട്ട് ഞാൻ ഡിവോഴ്സാണ്. അദ്ദേഹത്തിന്റെ നമ്പർ തരാം. ഇതുപോലൊരു വാക്ക് പറയൂന്ന് പോയി ചോദിച്ചു നോക്ക്. ഇത്രയും വൾഗറായിട്ട് ഒരു പുരുഷൻ സ്വന്തം ഭാര്യയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അവൻ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും, അത്രത്തോളം ഉണ്ടാവും. ഇവള് പിറകെ നടന്ന് ശല്യം ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. ആ ചെറുക്കൻ പറഞ്ഞ കാര്യങ്ങൾ സത്യാവസ്ഥയാണെന്ന് തെളിയിക്കാൻ ഇതിൽ പര എന്താ ഇവിടെ? ഞാനിത് റീകളക്ട് ചെയ്ത് എന്റെ ചാനലിൽ കിട്ടും. നിങ്ങൾ എല്ലാവരും പറയുന്ന കണക്ക് ഒരു സോറിയോ 25,000 രൂപയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാനലിൽ കിട്ടും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയാണ് ഞാനെന്ന്? അങ്ങനെ ഒരു മൈത്താണ്ടിക്ക് വേണ്ടിയിട്ട്, ഈ ചാനലിന് വേണ്ടിയിട്ട് ഷെഫീനോടെ നിലപാടും ആറ്റിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ മാറി ചിന്തിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു നിലപാടുണ്ടെന്നേ, അതിൽ നിന്ന് കട്ടുകട ഞാൻ മാറത്തില്ല. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നോളാം. ഈ ഒരു വിഷയത്തിന് എന്ത് കുന്തോന്ന് പറഞ്ഞാൽ ഷെഫീനാക്കൊന്നുമില്ല. പക്ഷെ തൊട്ടവർക്കൊക്കെ വേദനിച്ചിട്ടുണ്ട്, തൊട്ടവർക്കൊക്കെ നൊന്നിട്ടുണ്ട്, തൊട്ടവർക്കൊക്കെ ഞാൻ പണി കൊടുത്തിട്ടുമുണ്ട്. ഞാനായിട്ട് കൊടുക്കുന്നില്ല. എന്റെ കൂടെ ഉള്ളത് മായാവി കൂടാ. വർദ്ധി വെയിറ്റ് ചെയ്യുന്ന പോ മമ്മി എന്തൊക്കെ പഞ്ച് ഡയലോഗ് പറയാൻ. എനിക്കും കുഞ്ഞി ചാനലുണ്ട്, ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം. തീർച്ചയായിട്ടും. എന്നിട്ട് വേണം നമ്മള് അടുത്ത് നീ എനിക്കിട്ട് പാരവണി അല്ലടി കലാസ് നാരെ. SFI എന്ന കുൽസിതം ഒരു മുസ്ലിം നാമധാരിയായ അധ്യാപകന്റെ നിരപരാധിത്വം തെളിഞ്ഞിട്ട് ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറയണ്ടെന്ന് വെച്ചതാണ്. ഉണ്ടായിരുന്നേന്
അല്ല ചേച്ചി, ഒരു മയക്കുമരുന്ന് കേസുണ്ടല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. ആ MDMA പൊളിച്ചി കൊണ്ടാ. ഷെഡ്ഡി രഘുചേട്ടനെ കാണാനാണോ ഇത്ത പോയത്? ഷെഡ്ഡി രഘുചേട്ടനെ അല്ല, ഞങ്ങളുടെയൊക്കെ സൂപ്പർ ഹീറോ രഘുചേട്ടനെയാണ് കാണാൻ പോയത്. ഷെഡ്ഡി രഘുചേട്ടൻ നിന്റെ തന്തയായിരിക്കും. ഞാൻ വായിച്ചില്ല കേട്ടാ. വീണ ജിനുവിനെയാണോ? ആ അതെ. ഹായ് ചേച്ചി, മോളെ പിറന്നാളുണ്ട് കേട്ടേ. ഞങ്ങൾ ഇവിടെ ആയിരിക്കും കേട്ടാ. നീ പാണ്ടിയുടെ നമ്പർ താടി. പാണ്ടിയുടെ കെയ്യോ തന്നെ വേണോടാ. മോന്റെ വാപ്പയുടെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്ക. എടാ എല്ലാം കണ്ടുപിടിച്ചെടാ. എന്റെ തുണിയില്ലാത്ത ഫോട്ടോ വരെയൊക്കെ നിന്റെ ഉണ്ടെങ്കിൽ പിന്നെ പോയി കണ്ടുപിടിയടാ. മുന്താസിനെ അറിയുമോ? ആ ഷാജാന്റെ മുന്താസിനെ അറിയാം. റെഡ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ, എല്ലാരും പറയുന്നതാണ് കേട്ടോ ദീപൂസെ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ലുക്കാ. ജയ് ഹിന്ദ്. ഡിയ പോടാ പന്ന തക്കാളി മോനെ, എന്റെ അമ്മയുടെ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ പലരും നോക്കുന്നു. നിന്റെ പാണ്ടിയുടെ തമ്പർത്താടി ഒറ്റ തന്തയ്ക്കാണ് നിന്റെ ഉമ്മ നിന്നെ ഉണ്ടാക്കിയെങ്കിൽ പച്ചറ്റ നായി തക്കാളി മോനെ, നിന്റെ തള്ള പഞ്ചായത്ത് മുഴുക്ക കയറിയില്ലടാ മൈത്താണ്ടി മോനെ. പാണ്ടിയുടെ നമ്പർ തന്നിട്ട് നിനക്ക് എന്തൊരു അവയ്ക്കാനടാ. അവനെ കുണയ്ക്കാൻ എടുക്കത്തില്ലടാ മൈസയും. കരഞ്ഞു കലങ്ങിയിരിക്കുകയാണെന്ന് ഞാൻ. ഭയങ്കര കരച്ചില്ല. എന്തിനാടാ നിന്റെ തള്ള ചത്ത? ഇതൊക്കെ എന്തെന്ന് അല്ല ഇത്തരം നികൃഷ്ട പ്രവർത്തനങ്ങളെ എന്തുകൊണ്ട് പറയുന്നതല്ല. അത് പറയാനെന്ന് പറഞ്ഞ ഞാനത് കണ്ട് പക്ഷെ എനിക്ക് എന്തോടെ അവറ്റകളുടെ അടുത്ത് ഒരിതില്ല. நீங்க மலையா இல்லையா? பெட்ரேன் நீங்க மலையா இல்லையா? എന്നത്തെ എല്ലാം എഴുതി വെച്ചിരിക്കണേ. മാഡം പറയുന്ന കാര്യങ്ങൾക്ക് റിയൽ ആണ്. എക്സാക്ട്ലി, അത് കാലം തെളിയിച്ചോളും. കാണാൻ ഭംഗിയുണ്ട്, അത് സത്യം തന്നെയാണ്. ഹിന്ദി ബോലോ. ये दूसरा चैनल में जाओ, ये हिंदी बोलने का चैनल नहीं है. तुमको मलयालम आता है क्या? മോനെ കൊണ്ട് പൂക്കാൻ പോയതാണോ ഫ്യൂരി? വന്നല്ലടാ. അതൊക്കെ ചെയ്യുന്നവന്മാരുണ്ടടാ നാറി. അതിന്റെ മോൻ മറുപടി വിടറ. അവൻ ചെയ്യുന്ന കാര്യമാണത്. അത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അവന്റെ അടുത്ത് പറ, നീ ചെയ്യുന്ന കാര്യമാണെന്ന് ചോദിച്ചാണ്. നീ ചെയ്യുന്ന കാര്യമാണോ? പോടാ അവിടുന്ന്. സൗണ്ട് ഇല്ല. നീ ചെയ്യുന്ന കാര്യമാണോ? മലയാളം അതിന് മറുപടി അവിടെ തന്നെ കൊടുക്കാണ്. ഹായ് ഷെഫീന ചേച്ചി, ഐ ലൈക്ക് യു സോ മച്ച്. ഒരു ദിവസം കണ്ടില്ല അച്ഛാ, എന്തോ മിസ്സിംഗ് ആണ്. കുഴപ്പമായില്ലേ? ഇത് കളിയാക്കലല്ല, പ്ലീസ് വായിക്കൂ. എനിക്ക് പക്ഷെ അത് കളിയാക്കലായിട്ടാണ് മോനെ തോന്നിയത്. സത്യ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വാപ്പ ആരാന്ന് അറിയുമോ അവന്? അവന്റെ വാപ്പ ആരാന്ന് അവന് നന്നായിട്ട് അറിയാം. എടാ നിനക്ക് ഡൗട്ട് ഉണ്ടോടാ? എന്റെ മോന് അവന് ഡൗട്ട് കാണാ. ശരിയാണ്, എന്റെ കൊച്ചിനാ ഡൗട്ട് ഇല്ല ഏട്ടേ. അല്ലടാ നിന്റെ തന്തയ്ക്ക് ഡൗട്ട് ഉണ്ടോ? എന്നാലും മച്ചായി വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. പറയാൻ പറ്റത്തില്ല. അങ്ങേർക്ക് ഇനിയിപ്പോ ഇവരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഇനിയിപ്പോ ജംഷീറൊക്കെ പറയണ കേട്ടിട്ട് എന്റെ പാപ്പ ചിലപ്പോ സംശയം വന്നാൽ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റത്തില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചൊറിയന്മാരുള്ളത്. സന്ദീപ് പുത്തൂർ. എടേ കളയടെ ബോലോജി. ഇതൊക്കെ ആരടാ ഇത്? ജിതേന്ദർ നിഷാദ്. ബോലോജി ദൂലോജി. മഞ്ജു മിഞ്ച് മാമ എന്തൊക്കെയാ പറയുന്നു. ആ താട്ടിച്ചാൽ താനെ തുറക്കും താൻ. പാട്ടൊക്കെ പാടുന്നു. എന്തൊക്കെ പറയുന്നു. തുമാരാ നാം ക്യാ ഹേ ബേട്ടി? മേരാ നാം സിന്ദാബാദ് ഹേ ബേട്ട. അങ്ങനെ പല നിരപരാധിയായിട്ട് താങ്കൾ ഇത്തരം നികൃഷ്ട പ്രവർത്തനങ്ങളെ പറ്റി പറയണം. ഞാൻ ആ മാറ്റർ കണ്ട് രമേശ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മളത് പറയുമ്പോഴേ
നമ്മൾ മറ്റതൊക്കെ പറയുന്നില്ലേ അതിനെയും കൂടെ ഇതുപോലെ വക്രീകരിക്കും. അതുകൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ആ സബ്ജക്റ്റ് അന്നെ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ വീണു തന്നിരുന്നു. നിനക്കിത് പറയാൻ കഴിയും, നീ പറ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ടേ ഒന്ന് നേരിട്ട് കാണണമെന്ന്. നേരിട്ട് കണ്ട് എനിക്കത് കൺഫേം ആയാൽ ഞാനത് പറയാം, അല്ലെങ്കിൽ ഞാൻ അത് പറയത്തില്ല. സോറി. ഞാൻ കണ്ടിരുന്നു, എനിക്കത് കണ്ടിട്ട് തോന്നുകയും ചെയ്തു, പാവം തോന്നി. കാരണം ശരിയാണ്, ഇങ്ങനെ ഒരു സാധനത്തിൽ അകത്ത് പോയാൽ അപ്പൊ ഇവന്മാർ പറയണ എല്ലാം അങ്ങ് ഓക്കെ ആയി പോയി. ഞാൻ അതിന്റെ കളിയാണ്, കൃത്യമായിട്ടൊരു ഇതില്ലല്ലോ. ഇതിപ്പോൾ നമുക്കൊരു ന്യൂസ് മാത്രമല്ലേ ഉള്ളൂ. കറക്റ്റ് എവിഡൻസ് വരട്ടെ, അപ്പം ഞാൻ പറയാം, തീർച്ചയായിട്ടും പറയാം. പക്ഷെ നീട്ടായി അത്രേ ഉള്ളൂ. ഓക്കെ, നല്ല മോനും തള്ളയും എജ്ജാതി. അതാണ് അല്ല മോനെ മോനെ മോനി മോനി. സത്യം, നിങ്ങളെ മറ്റേ ചാനൽ കാണാനപ്പോ ഒരുപാട് വിഷമം തന്നെ, ഒത്തിരി തപ്പി കണ്ടുപിടിച്ചു. താങ്ക് യു. ഐ ലവ് യു. എടാ ഇച്ചിരി വെള്ളം വാങ്ങിത്തണോ? നിർത്തിയിട്ട് പോടി, പോടാ തക്കാളി. നിന്റെ വണ്ടി നിർത്തണോ? അല്ലടാ, ചാനൽ നിർത്താൻ. ഷെഫീന ഇതൊന്നും ഇടേ, നിങ്ങൾ സമാധാനം. വണക്കം വിഘ്നേഷ്. തമിഴൊക്കെ എഴുതി ഇടുന്നടേ. ഇന്നും വന്ന് ഷെഫീനയുടെ ചീത്ത കേൾക്കാൻ. ഇന്നും എന്ത് പറ്റി? നല്ല സ്നേഹത്തിലാണല്ലോ. സ്പീക്ക് ഹിന്ദി. മൈത്താണ്ടി ഇതിൻ്റെ ഇടയിൽ വന്ന് കയറാതെ. ഇന്ന് വന്ന് ഷെഫീനയുടെ ചീത്ത കേൾക്കാൻ. ട്രിപ്പ് പോണില്ലേ? പോയി വായോ. ട്രാവൽ വ്ലോഗ് ഇടൂ, ഒരു ചേഞ്ച് ആവട്ടെന്നേ. ഐ എം ഗോയിങ് ടു മുംബൈ January 1st വീക്ക്. മുംബൈ. നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടൊരു യാത്ര നമ്മളിങ്ങനെ പദ്ധതി ചെയ്തു വെച്ചത് ഫ്ലോപ്പ് ആയത്. ഇവൻ വേറൊരിടത്ത് പോയി, അവൻ വേറൊരിടത്ത് പോയി. അവരുടെ വെക്കേഷൻ അല്ലേ, അവര് കൂടെ വരാൻ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നിപ്പോ ഞാൻ അവന്റെ കാല് പിടിച്ച കൂട്ടിട്ട് വന്നു. കാരണം ഇത്രയും ദൂരം ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര ടയേർഡാകും. ഇതുകൂടെ AC ഇട്ടോടാ, ഭയങ്കര ചൂട്. ചേച്ചി, ബാബുജിക്ക് ഇപ്പോൾ ഹെൽത്ത് എങ്ങനെയുണ്ട്? ഈസ് ഓക്കെ. 10 ദിവസം വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്. ഇന്നിപ്പോ ആരാ സദ്യ എങ്ങാണ്ട് ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അവര് ഞാൻ അങ്ങോട്ട് പോയില്ലടേ. ഇപ്പൊ എറണാകുളമാണ് ലൊക്കേഷൻ. എന്തിട്ടാ കഫേയുടെ പേരുന്നത്? യൂട്ടോപ്പിയ. അതാണ് ഇന്നത്തെ ലൊക്കേഷൻ. നേര് മൂവി കണ്ടോ? ഒറ്റയ്ക്ക് എനിക്ക് വയ്യെന്ന്. നിങ്ങൾ ആരെങ്കിലും എന്നെ കൊണ്ടുപോയി ഞാൻ വരയന്മാർ എന്നെ കൊണ്ടുപോകണില്ല. ബോറൊന്നും അല്ല. എന്താ മോനെ? സലാർ. സെലാർ കാണാൻ വരാന്ന് പറയും. അതിൽ അവരുടെ പേടല്ലേ ഇല്ല, പ്രഭാസിന്റെയും പൃഥ്വിരാജിന്റെയും ആ പടം കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വരാം. ഉപ്പ് വാങ്ങിക്കണം കേട്ടെ, മറന്നുപോലെ. ഉപ്പില്ല. എവിടെ വീത്താനായോ? ഇല്ലപ്പാ, കുറേ ദൂരമുണ്ട്. ഞാൻ വക്കീലിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ലൈവിൽ വന്നു. വക്കീലിൻ്റെ അടുത്ത് ചാടുകയാണ് ചെയ്തത്. ലൈവ് വരണം എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങിയത്. അല്ലെങ്കിൽ കുറച്ചു നേരം ഇരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടി, അത്രേ ഉള്ളൂ. എനിക്കതിൻ്റെ നമ്മളൊരു വിഷയം പറയുമ്പോഴേ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടണമല്ലോ. അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ എനിക്കത് നമുക്കൊരാളെ കാണുമ്പോൾ അറിയാമല്ലോ ഇതെന്താ സംഗതി, ഇത് എവിടം വരെ പോകും, കള്ളമാരാ പറയണെന്നൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പോയതാണ്. ഐ ഗോട്ട് ദാറ്റ് ക്ലാരിഫിക്കേഷൻ. സോ അത് ഞാൻ പറയും. ബട്ട് ഐ നീഡ് ടൈം അത്രേ ഉള്ളൂ. പിന്നെ നാളെ പാണ്ഡ്യയുടെ ഇന്റർവ്യൂ എടുത്തു വെച്ചിട്ട് ഞാനൊരു മറുപടി തരുന്നുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം, ഒരുപാടൊന്നുമില്ല. പാണ്ഡ്യക്കിട്ടൊരു മറുപടി, പാണ്ഡ്യ കുറെ അധികമായിട്ട് ഓവർ ആവുന്നുണ്ട്. അപ്പം പാണ്ഡ്യക്ക് ഒരു മറുപടിയുടെ അർജൻസി ഞാൻ കാണുന്നുണ്ട്. ആ പെൺകുട്ടി കോടതിയിൽ ഒരു അധ്യാപകന്റെ കാലിൽ തൊട്ട് വന്ദിച്ചു എന്ന് വാർത്തയുണ്ട്. കുറച്ച് ഓൺലൈൻ മീഡിയ റിപ്പോർട്ടഡ്. എനിവേ, എക്സ്പെക്ടിങ് യുവർ ക്ലെവർ ഒപ്പീനിയൻ ആസ് സൂൺ ആസ് പോസിബിൾ. എനിക്കിപ്പോഴും അതങ്ങോട്ട് ദഹിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ ഒന്നും കൂടെ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച ശേഷം നമ്മൾ പറയാം. ഒന്നാം നമ്മളെ മൈന്യൂട്ട് മിസ്റ്റേക്ക് എടുക്കാനായിട്ടിരിക്കുന്നവരപ്പുറത്തുണ്ടെന്ന് ഓർത്തുള്ളൂ. സോ ഞാനൊന്ന് അന്വേഷിച്ചിട്ടേ പറയുള്ളൂ, എടുത്ത് പറയത്തില്ല. പാണ്ഡ്യാര ബാല പാണ്ഡി അറിയത്തില്ലേ? ബാല നാറി തക്കാളി മോൻ, അവൻ തന്നെ. കഹാസെ ഹോ?
അമേരിക്ക സെ ഹൂ ഹായ് ഹോം ഹാ ഹാ ഹൈ. അല്ല, അത് മനഃപൂർവ്വം ചെയ്യുന്ന ആക്കളെ. പഴയ ചാനൽ തിരിച്ചു കിട്ടുമോ? എനിക്ക് അറിയത്തില്ലടേ, ഞാൻ അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. ഹായ്, ഫസ്റ്റ് ടൈം ഹായ്. ചുമ്മാതല്ല, അഭിരാമി വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അഭി കാണുന്നുണ്ട് വീഡിയോ. പണ്ടയാ രേ ബാല ബാല. അയ്യേ, അവനെ പറ്റി എന്താണ്? പിന്നെ ട്രാൻസ്മിഷൻ പിന്നെ എന്റെ ഒരു സംശയം, പാണ്ഡ്യ അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. പാണ്ഡ്യക്കെതിരെ പോക്സോ കേസ് കൊടുത്തു. എടാ കൊച്ചലവലാതി, എടാ നിന്റെ ചെവള ഞാൻ കുത്തിക്കയറി അല്ല ലവലാതി, കള്ളത്തരം പറഞ്ഞ. നീ ഇതൊക്കെ കൊണ്ടൊന്ന് കാണിക്കണം കേട്ടാ മൈത്താണ്ടി മൈക്കിളാഞ്ചി മോനെ. അവൻ വെറും കള്ളനാടേ, വെറും കള്ളനാണ്. യു ആർ മുഷ്ലി. ഉട്ടോപ്പിയ അഭിരാമിയുടെ അല്ലേ? അഭിരാമി മാത്രമല്ല, അതിനകത്ത് ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട്. പക്ഷെ നല്ല ആംബിയൻസ് ആണ്, വില കൂടുതലാണ് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പക്ഷെ ഞങ്ങള് സാധാരണ ഇപ്പൊ എറണാകുളത്തൊക്കെ പോയാല് നല്ല ബില്ല് വരും കേട്ടോ. ഭയങ്കര കുറവാണ്, ബില്ല് കുറവാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഫുഡ് ഷോപ്പോ ഭയങ്കര ടേസ്റ്റി. സാധാരണ നമുക്ക് കോട്ടയത്തൊക്കെയാണ് ഇത്രയും അല്ലേ ഇത്രയും ടേസ്റ്റി ഫുഡ് കിട്ടുന്നത്. നല്ല ഫുഡ് കേട്ടോ, നല്ല ഫുഡ്, നല്ല സർവീസിങ്, ആംബിയൻസ് ആണ് സൂപ്പർ. കിട്ടിലോസ്കി നമുക്ക് സാധാരണ ഇങ്ങനെ ഒരു റിവറിന്റെ ഷോറിൽ ഇങ്ങനെ ഒരു കടയൊക്കെ ഉണ്ടെങ്കിൽ കൊതുക് അങ്ങനെ കുറെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻസെക്ട്സിന്റെ പ്രോബ്ലം അതൊന്നുമില്ല കേട്ടോ. കാം ആൻഡ് ക്വയറ്റ്, ഒരു ഡേർട്ടി സ്മെല്ലില്ല, ഒന്നുമില്ല, സൗണ്ട് നോയ്സ് ഇല്ല, ഒന്നുമില്ല, നല്ല ആംബിയൻസ്. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഫങ്ഷൻസ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ഞാൻ എന്തായാലും ജിനുവിനോട് പറയണത് മോളെ ബർത്ത്ഡേ അവിടെ വെച്ച് ചെയ്യാനാണ്. ഈസി സാധനം, സൂപ്പർ സ്ഥലം അല്ലേ. ചെയ്യുകയാണെങ്കിൽ അവർ ബർത്ത്ഡേ ഫംഗ്ഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ആയിരിക്കും. ഞങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അവിടെയാണെങ്കിൽ ഞാൻ ഉണ്ടാവും, ആ ഫംഗ്ഷന് ഞാൻ ഉണ്ടാവും. അങ്ങനെ ഫംഗ്ഷനൊന്നും പോകുന്ന ആളല്ല. പക്ഷെ ഈ സ്ഥലത്ത് വെച്ചാണ് അവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ 100% പോകും. എല്ലാവർക്കും പറ്റിയ സാധനമാണ്. എനിക്ക് തോന്നുന്നു അഭിരാമിയുടെ ടൈം ലൈനിൽ പോയാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. സൂപ്പർ കിട്ടു കഫേ, കിട്ടു, ഒന്നും പറയാനില്ല. കോഫി അതെ, ടീ അതെ, ഒരു ജ്യൂസ് തന്നു. ഷോ പ്യുവറാണ് കേട്ടോ. അവരതിനകത്ത് ഒരു കലർപ്പില്ല. ഐ മീൻ ഈ നമ്മളെന്താ പറയണേ, കുറച്ച് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കസ് ഉണ്ടല്ലോ, അല്ല അങ്ങനെയല്ലേ, അതിന് അങ്ങനെയല്ലേ ട്രാൻസ്മിഷൻ കേട്ടോ. ചാനലിന് ഇതില്ലടാ, ചാർജ് ഇല്ല. ട്രാൻസ്മിഷൻ കേട്ടായി അൺസ്റ്റേബിൾ ഡ്യൂ ടു ഇംഗ്ലീഷ് പ്ലീസ്. അത് എത്ര കളഞ്ഞാലും വീണ്ടും വീണ്ടും വരുന്നു പുതിയ ആൾക്കാർ. ആംബിയൻസിന് വൈബിനും ചേർത്ത് ബില്ലായിരിക്കും. ഇല്ല, ബില്ല് കുറവാണ്, ഞാൻ വെറുതെ കളിയാക്കിയതാ. നമ്മള് കഴിച്ച ഡിഷ് എന്തായിരുന്നു? മറ്റേ മൊബൈൽ എവിടെടാ? ഇതിനകത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആരോ ഒരാള് ഭയങ്കരമായിട്ട് എന്തോ കൊണ്ടിടുന്നു, അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാ. സീതി കുറവനെ എന്നെ കാണാൻ പറ്റുന്നുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഷെഫീന ഗോഡ്, താങ്ക് യു ബിജു, താങ്ക് യു സോ മച്ച്. 100% നമുക്ക് ഒന്നിലും പിന്നോട്ടില്ല എന്ന് മാത്രം പറയുന്നു. ഇനി 2 ദിവസം എനിക്ക് സമയം തരണ്ടോടെ. ഞാൻ ഇത്തിരി നേരം ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കട്ടെ അല്ലേ കളെ? നമുക്ക് ടെൻഷൻ വരാൻ പാടില്ലെന്നുണ്ടോ? ആ ഷെഫീനാന്ന് സെർച്ച് ചെയ്ത ഇത് വരുന്നില്ല കേട്ടോ മോനെ. അതൊരു വാസ്തവമായ ഒരു കാര്യമാണ്. നീ ഇത് എന്തിടാ മോനെ, ഭയങ്കര സ്പീഡ്. നോക്കാം, ചെക്ക് ചെയ്യാം. അതിന് ടാഗ് കൊടുക്കണ്ടേ മമ്മി അതിനകത്ത്? അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് ആക്കി വെച്ചു. അവി കുമാർ ഫ്രം ബീഹാർ. അവി കുമാർ ഫ്രം ബീഹാർ. പോ കേസേ ഹോ സുമി ചേച്ചി, ലവ് യു. പ്ലീസ് സ്പീക്ക് ഇൻ ഹിന്ദി. ലൈഫ് സ്റ്റക്ക് ആവുന്നുണ്ട്. അത് ഇതാണ് ഡേ, അതിന്റെ നമ്മളിങ്ങനെ ട്രാവലല്ലേ, അപ്പം വാട്ട് ലാംഗ്വേജ് ഇസ് ലിസ്? അമേരിക്കൻ ലാംഗ്വേജ്. ഇത്ര ഒരു ടോപ്പിക് ഇല്ലെങ്കിലും ലൈവ്
ബോർഡിലാക്കേണ്ട കാണാൻ നിന്റെ മൊബൈൽ തന്നാൽ ചിലപ്പോൾ എനിക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. വൈഫൈ വേണോ? ആ വൈഫൈ ഒന്ന് നിർത്തുവനെ എവിടെയെങ്കിലും ശരിയാരാ ഇവിടെ ചപ്പാത്തി കമ്പനിയാ. എന്താ ചെയ്യേണ്ടത്? ഇതെന്നാ പകൽ സമയം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും, രാത്രി വന്ന അമ്മമാരെയും ഭാര്യമാരെയും കുട്ടികളെയും തെറി പറയും. തെറി താത്ത ഉയർ, ബാക്കിയെല്ലാം തയ്യർ, പോയി ചാവടാ മൈത്താണ്ടി പോ. രാം രാം സിസ്റ്റർ ജി. അയ്യോ ഇതെന്തരടെ ഹിന്ദിക്കാരെല്ലാരോടും ഇനി വന്ന നല്ല കൊട്ടേഷൻ ടീമാണല്ലയോ. അയ്യോ എന്തൊരു സുഖാന്ന് നോക്കടാ. നിനക്കൊക്കെ ധൈര്യം ഉണ്ടോടാ നേരിട്ട് വരാൻ? തക്കാളി ചോറുകളെ നേരിട്ട് വരാൻ ധൈര്യം ഉണ്ടാ? ഷെഫീൻ്റെ അടുത്ത് നേരിട്ടൊന്ന് സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ നിനക്കൊക്കെ? ഉണ്ടാ? മൈക്കിളാഞ്ചികള് അതിപ്പോ ഇനി ഇട്ടടാ വൈഫൈ ഇട്ടാ. വൈഫൈ ഓണാ. ഓക്കെ താങ്ക് യു. ഇനി ഞാൻ നോക്കട്ടെ. എന്തേരും ആള് കൂളൂ. ആ ഞാനാണോ എൻ്റെത് സാധാരണ ഞാനിങ്ങനെ ചെയ്യുമ്പോഴേ എൻ്റെത് എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. അതെന്താടാ നോട്ടിഫിക്കേഷൻ ആരാത്ത എന്തോക്കളെ. മൊബൈൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ മൈ അണ്ടർസ്റ്റുഡ്. കുറേ നേരം കൊണ്ട് ഇരുന്നിട്ടായിരിക്കാം നമുക്ക് ഇതിൻ്റെ ചാർജ് കഴിഞ്ഞു പോയത്. ജിനു കെബിയുടെ യൂട്യൂബ് ഐ ഡി ഏതാണ്? ഓ എനിക്കറിയത്തില്ല ദീപു, അവർക്കങ്ങനെ യൂട്യൂബ് ഉണ്ടോ? എനിക്കതിനെപ്പറ്റി അറിയത്തില്ല, ചോദിക്കണം. ഞാൻ എന്നെ വിളിക്കുമ്പോൾ വേറെ ഏതിലാ പോകുന്നു, എന്ത് ചെയ്യും? വിച്ച് വ്ലോഗ് ഐ ഹാവ്? നീ അതിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്തതോടെ എനിക്ക് പിന്നെ കാണാൻ പറ്റുക. What do you want? Show me. No, it's okay. I will take it. കിട്ടി. ആ ഇപ്പൊ ശരിയായി. ഇതവിടെ വെച്ചുവിടാ, ചാർജ് ഇല്ലാത്തോണ്ട് പറ്റത്തില്ലല്ലോ. ചേട്ടാ അതിനകത്ത് ആഡ് വരുന്ന അതെന്താ സാധനം? അത് ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ പിടികിട്ടി. അഞ്ഞി തരാം വാ. ഓരോരുത്തർ ചോദ്യം എനിക്കത് ഇത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പിടികിട്ടി എനക്ക്. ഇപ്പൊ ഇതിനകത്തൊന്നും കാണാൻ പറ്റില്ല. ഹായ് ഷെഫീന, യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. അത്തർ പൂശിയവനെ മറുപടി കൊടുത്തൂടെ എത്താ? എന്തെന്ന് പറയേ? സൈനവ മുസ്തഫ, ഉറക്കമില്ലേ നിനക്കില്ലേ? ഇത്രയും നാള് ബാല പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിചാരിച്ചത്. യെസ്റ്റർഡേ ഷെഫീന പറഞ്ഞപ്പോഴാണ് അമൃതയുടെ അടുത്തത് സത്യം ആയിരുന്നെന്ന്. ദേവി അത് കൃത്യമായിട്ട് ഞാൻ പോയി, ഇന്ന് ഞാൻ അതിനാണ് പോയത്. അത് സത്യമാണോ അല്ലെന്ന് നമുക്കറിയണ്ടേ, അതുകൊണ്ട് വക്കീലിൻ്റെ അടുത്താണ് ഞാൻ പോയി സംസാരിച്ചത്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളെ ഞാനല്ല, അത് പറയേണ്ടവർ പറയട്ടെ. അവരാണ് എഫക്റ്റഡ് പീപ്പിൾ, ലെറ്റ് ദം ഡു ദാറ്റ്. അപ്പോഴും ഞാൻ കുറേ അധികം കാര്യങ്ങൾ കൊണ്ടുതരാം. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാം, അമൃത വാസ് റൈറ്റ്. അതും ഡെയിലി റൈറ്റ് അല്ലേ? ഭീകരമായ സത്യങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. അവരെഴുതി കൊടുത്ത മ്യൂച്വൽ കൺസേണിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പരസ്പരം ചെളിവാരി എറിയരുതെന്ന്. അതുകൊണ്ടാണ് അത് മിണ്ടാതിരിക്കുന്നത്. അത് തെറ്റിച്ചത് ആരാണോ അയാളെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുക തന്നെ ചെയ്യും. അവനിനി എത്ര കൊല കൊമ്പനെന്ന് പറഞ്ഞാലും.
പാണ്ടിക്ക് നല്ല പെട കിട്ടാത്തതിൻ്റെ കുഴപ്പമാണ്. പന്ന പാണ്ടിക്ക്. എടാ മൈക്കിളാഞ്ചി പാണ്ടി, നീ എന്നെ കാണുന്നുണ്ടെങ്കിൽ എടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ നേരിട്ടൊന്ന് വാടാ. നിന്റെ കേയു എന്നെ ഞാൻ ചവിട്ടി പൊളിക്കും. നിനക്ക് പെൺപിള്ളേരെ കാണുമ്പോൾ എവിടെ നോവുന്നടാ? നാണം ഉണ്ടാടാ PWD മോനെ. നിനക്ക് ആ പെങ്കൊച്ചുങ്ങളെ കാണുമ്പോൾ എവിടെ കടിക്കുന്നടാ? നീ ഇളയതിനെ മൂത്തതിനോട് തമ്മിൽ തല്ലിക്കാൻ ഇളയതിനെ സോപ്പിട്ട് പറയണ. മൂത്തത് കൊള്ളൂല ഇളയത് കൊള്ളാന്നല്ലേ? ഇനിയിപ്പോൾ അവളെയും കൂടെ കണ്ണായിരിക്കുമല്ലേ നിനക്ക്? അല്ലല്ല വലാതി ചാമാനം മുങ്ങാത്ത നാറ് കളിമോനെ, എരുമയ്ക്കുണ്ടായവനെ. ഇവിടെ താൻ അങ്ങുന്നില്ലടാ. ഇതിൽ ഹിന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ലേ, അതെല്ലാം അങ്ങ് കളഞ്ഞേരെ. ഓക്കെ, ചാനലിൽ നിന്ന് ഹൈഡാക്കി. അത് കൊട്ടേഷൻ ടീമാ. പിടികിട്ടിയ? ആ, റെജി ജോർജ് നിന്റെ മെസ്സേജ് കാണുന്നുണ്ടായിരുന്നു. കൊട്ടേഷൻ ടീം ഇറക്കിയിരിക്കുകയാണ്. ഇതാരാ? ജിനു ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നലെ ലൈവിൽ വന്നിരുന്നത്. അവന്റെ പെണ്ടാട്ടി ആരോടെങ്കിലും പോയി കാണോ, അതിന്റെ സന്തോഷമായിരിക്കും. വാട്ട് ഈസ് യുവർ ഏജ്? ഇപ്പൊ പറയണോ മോനെ? ഇന്ന് പാതിരാത്രിക്ക് എന്റെ വയസ്സറിഞ്ഞിട്ട് എനിക്ക് വല്ലതും കിട്ടാനുണ്ടോ? ക്രോണിക് ടൈം ആപ്പ് തയ്യാറായിരിക്കുന്നു. തേങ്ങാകൊല. ചേച്ചി ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു. ഹായ് തെറോ ചേച്ചി, അതെന്ത് സാധനമാടാ? ബിരിയാണി ചെമ്പ്. അയ്യോ എന്താ പേര്? നിന്റെ അമ്മയുടെ പേരാണ്. തനുജ അതുൽ ആൻഡ് സം യൂട്യൂബേഴ്സിനെ വെച്ചു നടത്തുന്ന നാടകത്തിനെല്ലാം അവൾക്ക് പിറകിൽ ആരെല്ലാം ഉണ്ട് എന്ന് ആ കുഞ്ഞിന്റെ ബർത്ത്ഡേ വിഷസ് കണ്ടപ്പോൾ മനസ്സിലായി. അവൾ മൊത്തത്തിൽ ഫേക്കാണ്. അതും എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിനകത്ത് 1 രൂപ കൊടുത്തിട്ടില്ല. അല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ അതിനകത്ത് 1 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടില്ല. അത് എൻ്റെ ഒരു കമ്മലും ഒരു സ്റ്റാൻഡുമാണ് പോയിട്ടുള്ളത്. സാരല്ല, കളഞ്ഞു പോയി. സ്റ്റാൻഡ് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞത്. ആ കോഴിയുടെ പിറകിൽ പോയതിനോട് രമേശൻ അതെനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അബദ്ധം പറ്റി പോകത്തില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ. നമ്മൾ കാണുന്ന കണക്കൊന്നുമല്ല കേട്ടോ. ഭയങ്കര സൗന്ദര്യമാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. നേരിട്ട് കാണാൻ നല്ല കുട്ടികളാണ്, ഭയങ്കര കുട്ടികൾ. ചുമ്മാ തന്നെ ഇവൻ പാണ്ടി പിറകെ നടക്കുന്ന. പാണ്ടി ഈസ് എ സൈക്കോ. ഹി വിൽ ബി ഓൺ ദ ഈവനിങ് ന്യൂസ് വെരി സൂൺ. തീർച്ചയായിട്ടും. എന്താ ഇത്? ട്രാൻസ്മിഷൻ അൺസ്റ്റേബിൾ ആയിട്ട് കാണിക്കുന്നത്. ക്യാപ്സിനാണ് ട്രാൻസ്മിഷൻ അൺസ്റ്റേബിൾ. വീക്ക് നെറ്റ്വർക്ക് വീക്ക് ആണോ? ഐ ആം യുവർ ന്യൂ സബ്സ്ക്രൈബർ. വണ്ടി പോണോ? It's Don't okay, use my net then. I think it's because of my net. Your net? It's over. Still unstable. ഇവിടെ ഞങ്ങൾ യാത്രയിലാണ്. അവിടെ പിന്നെ വരാടെ. അവിടെ വെയ്യട. നാളെ വരാം. കണ്ണൊക്കെ ഇരിക്കുന്നത് എന്ത്? കുറെ നേരമായതുകൊണ്ടാണോ? വരുന്നുണ്ട്. നീ പോ, കുറെ കൂടെ പോ. സെറ്റ് ആവട്ടെ. ഇപ്പൊ സെറ്റായി. ഇറ്റ്സ് ഓക്കെ, പോട്ടെ. നിന്റേത് ഏതാണ്? ജിയോ. ഓക്കെ. എൻ്റെ തയ്യാറായിട്ടല്ലേ? Pandi is a psycho. He will be on evening news very soon. Hi sister, I am from Kanyakumari. I am your new subscriber. Adit Vinod. നീ ന്യൂ അല്ലല്ലോ, പഴയതല്ലേ കള്ള. കാഞ്ചികുമാറി. എടാ അവൻ കന്യാകുമാരി പോയല്ലടാ. ഹായ് തരുവോ ചേച്ചി. പിന്നെന്താ ഹായ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പുതിയ കാലപ്പ. അതെന്ത് സാധനമാടാ? ഇതാരാ? ഓരോ ചോദ്യങ്ങള്. അളിയാ രഘുച്ചേട്ട കാണാൻ പറ്റില്ല. രഘുച്ചേട്ട നെക്സ്റ്റ് ടൈം. സോറി ഒത്തിരി ലേറ്റായിപ്പോയി, അതുകൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു. ഹായ് ചേച്ചി, ന്യൂ സപ്പോർട്ട്. ഈ ഹിന്ദി അടിച്ചിരിക്കുന്നവന്മാരെല്ലാം ഇറക്കി വിട്ടേരാ കേട്ടോ. ഷെഫീന ഗോഹഡ്. എടാ നിനക്കൊക്കെ ചൊറിച്ചിൽ തീർന്നു. എടാ ചാനൽ പൂട്ടിയിട്ട് നിനക്കൊക്കെ ചൊറിച്ചിൽ തീർന്നില്ലടോ. ഇമ്മാതിരി പേടിയവന്മാർക്ക്. എന്തൊരു എടാ എന്തിനടാ ഇങ്ങനെ പേടിക്കണത്? നീയൊക്കെ ഇങ്ങനെ പേടിച്ചാലും മാത്രമൊക്കെ ഉണ്ടാടാ ഇങ്ങനെയും പേടിത്തൂറികള്.
ചേച്ചിൻ്റെ സ്ഥലം എവിടെയാ? കന്യാകുമാരി ജംഗ്ഷനിലോ? യുവർ വീഡിയോ ഈസ് ദെയർ ഓൺ XXN. അത് നിന്റെ മമ്മിയുടെ ആയിരിക്കൂടാ, എൻ്റെതല്ല. അതെന്തോടാ XXN? ഹലോ ഡാർലിങ്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമുക്ക് ഈ കയറി വന്ന മൈത്താണ്ടികളെ ഒന്ന് കളയാനുള്ള ചാൻസാണ്. അല്ലെങ്കിൽ നാളെയൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കൊണയടിക്കും. അപ്പോൾ അവന്മാർ ഇടട്ടെ, നമുക്ക് അതിനനുസരിച്ച് ഒതുക്കാം. എക്സൈറ്റ്ലി. ന്യായമുണ്ടെങ്കിൽ ലെവന് ചുട്ട മറുപടി നൽകട്ടെ. തീർച്ചയായിട്ടും. ഇറ്റ്സ് ഓക്കെ. ഞാൻ കാണുന്നുണ്ട് നിങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു എൻ്റെ നമ്മളവിടെ സ്ഥിരമായിട്ട് വരുന്നവരെല്ലാവരും ഇപ്പുറത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവറ്റകളുടെ ഒരു ചൊറിച്ചില്. നീയൊക്കെ എന്ത് ചെയ്താലും ഷെഫീന 1 ഇഞ്ച് പോലും ബാക്കിലേക്കില്ല. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. 1 ഇഞ്ച് പോലും പിറകോട്ടില്ല. നീക്ക് എത്രത്തോളം ചെയ്യുക അത്രത്തോളം ഷെഫീന മുന്നേറി വരും. ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടടാ മൈത്താണ്ടികളെ, നിന്നെയൊക്കെ കൊണ്ട് ഇതേ സാധിക്കുള്ളൂ. ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അവിടെ നിപ്പുണ്ട് ഞാൻ. വേശപ്പുണ്ട അവളെ കൊണ്ട് അതേ പറ്റുള്ളൂ. എത്ര പേർക്ക് കവച്ചു കൊടുക്കൂടി ഷെഫീനായെ ഒതുക്കാൻ? എത്ര പേർക്ക് നീ കവച്ചു കൊടുക്കും? ഞാൻ എന്റെ നോക്ക്. വാടാ വാ, എഴുതിയിട് കൂടുതൽ എഴുത്. സുബൈർ എഴുതിയിട് മൈത്താണ്ടികള് തരാ. അങ്ങനെ ചെയ്യുമ്പോ പോവില്ലല്ലോ അവര്. അങ്ങനെ ചെയ്യുമ്പോ അവോയ്ഡ് ആയി പോവില്ലേ? ഓക്കെ. ശ്രദ്ധിക്കണം, നമ്മുടെ ആൾക്കാര് ഒക്കെ അല്ലേ. ഓക്കെ, എഴുതടാ. തീർന്നാ? എഴുത്. നമ്മുടെ ആൾക്കാര് എക്സാക്ട്ലി. ജോയിൻ ഫാസ്റ്റ്. ഹായ് ബേബി. ബാ. റോഷൻ ഹായ്. അസ്സലാമു അലൈക്കും. ശരികാക്കാൻ. ഹലോ ദീദി. KM പ്രീതി. യു ആർ ബീയിങ് സ്പാമഡ്. പാൻഡി ഫാൻസ് ഫ്രം ടെലിഗ്രാം ആർ ഹിയർ. ഓ ഐ സി. എങ്ങനെയാണ് ഇത്തരം ചാനൽ പോയത്? ആയ സ്ട്രൈക്ക് വന്നത് തനൂച്ച എന്ന് പറയുന്ന കാളി വേശി. വാടാ പാകലുകളെ, വാടാ. മാഡം ഐ ആം ഫ്രം ശ്രീലങ്കൻ. ഓക്കെ, നീ ഫ്രം അമേരിക്ക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്ത്? ഷബീർ അസ്സലാമു അലൈക്കും. ആടാ മുറിയേണ്ടി. അസ്സലാമു അലൈക്കും. ഒരു ഹായ് തരുമോ ചേച്ചി? 2 ഹായ്. നീവിന ഹായ് ബിരിയാണി. അത് നിനക്കുണ്ട് ഇപ്പം തരാം. ഹായ് ബിരിയാണി ചെമ്പ. എൻ്റെ അമ്മച്ചിയാണോടാ ബിരിയാണി. കഴിയാ? തീർന്നാടാ? ഞങ്ങൾ തോറ്റാ? ട്രാവൽ വേക്ക് തുടങ്ങും. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇല്ല ശാന്ത ചേച്ചി, ഞാൻ തിരിച്ചു വരും. ഞാൻ മറ്റേ ബാക്കിയുള്ളതും കൊണ്ട് വരും. ഞാൻ ഈ തിരക്കായതുകൊണ്ടാണ്. ഇന്നും നാളെയും കൂടെ തിരക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. അപ്പം നമുക്ക് ചെയ്യാം. ജയ് ശ്രീറാം. ജയ് അന്റാർട്ടിക്ക. ഇട്. ജയ് ശ്രീറാം. അറിയാലോ എന്ത് ചെയ്യണമെന്ന്. ചേച്ചി എവിടെ പോണേ? ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന്. വാടാ. ഇട്. You will do that, right? You're doing it, right? How many people are watching? 100 something. Yeah. It's a quotation, right? Yeah. Uff, Ejadi. നമ്മളെ നീ കുറെ നേരമായിട്ട് കോർക്കുന്നുണ്ടല്ലോ, നീ പൊയ്ക്കോ. ഇടുന്നില്ലേ? മതിയാക്കിയാ?
You're doing the same thing. ഹായ് ബിൻസ്ത ബെല്ലയാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണേ. ദാറ്റ്സ് വൈ ഐ എം നോട്ട് റെസ്പോണ്ടിങ് ടു യുവർ കമന്റ്. ഇഫ് ഐ നോ ദാറ്റ് യു ആർ ബെല്ല ഓർ ഗായത്രി, പ്ലീസ് ഗെറ്റ് ലോസ്റ്റ് ഫ്രം മൈ ചാനൽ. ഇവനെ ഞാൻ ഹൈഡാക്കിയിട്ട് പോകുന്നില്ല മോനെ, വീണ്ടും ട്രെഡർ എഴുതിക്കൊണ്ടിരിക്കുന്നു. You did it? സോനു കുമാർ ഹായ്. അന്ന് അങ്ങനെ പോവാത്ത ഞാൻ ചെയ്തിട്ട്? ഓക്കെ വാ. കലാക്ക് മനസ്സിലായില്ലേ? കൊട്ടേഷനാ കലയ്ക്കത്. അല്ലെങ്കിൽ ഞാൻ മെനക്കെട്ടിരിക്കുന്നല്ലേ, ഞാൻ എപ്പോഴേ പോയേനെ. മെനക്കെട്ടിരിക്കുന്നതല്ലേ. വരട്ട്. കൊട്ടേഷനാ കൊട്ടേഷൻ. ഇവിടെ കിട്ടിയാ? കോപ്പിറൈറ്റ് ചെയ്യാനേ ഈ ചാനലിനെ പൂട്ടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതാ അവര് കണ്ടത്. മനസ്സിലായ? പുതിയ ഐഡിയ. ഒരാളെ അങ്ങോട്ട് ഒതുക്കാൻ എന്തോ ഒരു ഉത്സാഹം. നാണം ഉള്ളതുങ്ങളാണെങ്കിൽ പോയി ചത്തൂടെ മൈത്താണ്ടികളെ നിനക്കൊക്കെ. പെണ്ണൊരുത്തിയ ഒറ്റയ്ക്ക് ഞാൻ നിന്ന് കേടുന്നില്ല. എങ്ങനെയുണ്ട് ഇപ്പൊ? പിടികിട്ടില്ല നിങ്ങൾക്ക്? ഇത് കമന്റ്സ് വായിക്കാൻ പറ്റുന്നവർ വായിക്കാം. ഇത്തയുടെ ധൈര്യം ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങനെ വേണം മുന്നോട്ട്, തീർച്ചയായിട്ടും. സാഹോ അജയ് കുമാർ വാടാ, വരുന്നടാ, എഴുതി ഇടുന്നടാ. അത്രയല്ലേ പറ്റുള്ളൂ, അത്രയല്ലേ ഒക്കുള്ളൂ. ഷെഫീൻ എവിടെ തന്നെ കാണും മൈരികളെ. യു ആർ ബീൻ ടാർഗറ്റഡ് ഫ്രം ആൾ സൈഡ്സ്. താങ്കൾ ശരിയാണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? That's it. ഹായ് ചേച്ചി, ഞാൻ ലക്ഷദ്വീപുകാരനാ. ഒരു ഹായ് തരുമോ? മതിയാ? ഒരു ഹായ് തന്നിട്ടുണ്ട്, അത് മതിയാവോ? ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല കാര്യം, നല്ല സുഖമുണ്ട്, നല്ല രസമുണ്ട്, ഒരു കുഴപ്പമില്ല. ബിൻസ്ത, എൻ്റെ റിയൽ നെയിം ബിന്ദു. ഞാൻ ഷാർജയിലാണ്, നേഴ്സാണ് ഷെഫീൻ. ആദ്യം മുതൽ ഞാൻ നിങ്ങളുടെ ഫാനാണ്. റിയൽ ഐ എം റെസ്പെക്ട് യു. ബിൻസ്തയുടെ ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ല. യു ആർ ബെല്ല ഓർ ഗായത്രി? ദെൻ ജസ്റ്റ് ടെൽ മീ. നിങ്ങൾ അതാണോ? നിങ്ങളുടെ ഐഡിയ ആണോ അത്? ലവ് യു സോ മച്ച് ബേബി. ഈ ചെറുക്കനെ കളഞ്ഞാലും പിന്നെയും വരുന്നില്ലടാ. കുറെ പൈസ ചെലവാക്കേണ്ടി വരുമല്ലോടാ ഷെഫീനായി ഒതുക്കാൻ. ചൂടുവെള്ളത്തിൽ പൂണ പച്ച കണ്ടെല്ലാം കുറച്ചു മുമ്പ് ഒരാളെ കാറിലിരുത്തി ഉപദേശമല്ല, മുൻകരുതൽ നല്ലതാ. ഇപ്പോഴത്തെ വള്ളിക്കെട്ട് നോ രമേശ്, അത് വള്ളിക്കെട്ടല്ല, അതൊരു റിയൽ സ്റ്റോറിയാണ്. അത് എനിക്ക് വള്ളിക്കെട്ടായിട്ട് ഫീൽ ചെയ്തില്ല. ആ കുട്ടികൾ തനിച്ചാണ്, ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കായതുകൊണ്ടും അവർക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഈ പാണ്ഡ്യ അവരെ ഉപദ്രവിക്കുന്നതാണ്. ഞാൻ അങ്ങനെ എടുത്തയാടി പറയത്തില്ലല്ലോ. ഞാൻ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് പറയണത്. ഐ റിയലി ഫീൽ സോറി ഫോർ ദം. ഒരു പാണ്ഡ്യ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റേ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇത് അധിക ദിവസം ഇതിപ്പോൾ ഞാൻ പറയത്തില്ല, ഞാൻ ബലം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ കുട്ടിയും ആ അമ്മയും മക്കളും ചത്തുപോകും കേട്ടോ. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. ആ അമ്മ നിൽക്കുന്ന നിലയുണ്ടല്ലോ, അത് ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഇവൻ ഭയങ്കര നന്മ മരമാണെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുകയല്ലേ വേണ്ടത്. ഇവൻ എന്ത് തോന്നിവാസങ്ങളൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്. കളവാണെന്നേ. കോടതിയിൽ പോക്സോ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഇവൻ പറയുന്നു. കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ടെന്നാണ്. ഈ പാണ്ഡ്യക്ക് കോടിക്ക് എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയാമോ? ഈ മൈക്കിളാഞ്ചി മോയി എവിടെ പണിയെടുത്ത് ഇവിടെ കല്യാണം കഴിച്ച ശേഷം കയറി കുത്തിയിരിക്കുകയല്ലേ ചെയ്തത്. അവന്റെ ചെലവും കൂടെ അവളല്ലേ നോക്കിയിട്ടുള്ളത്. എന്ത് രൂപ കൊടുത്തതാണ്? സെറ്റിൽമെന്റ് ചെയ്ത്, കോടി രൂപ സെറ്റിൽമെന്റ് ചെയ്ത്. ആ രേഖയൊന്ന് കാണിക്കാൻ പറയാനാണ്. ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിക്കാൻ പറ. ഞാൻ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് വരും. ഞാൻ അങ്ങനെ എടുത്തിടൂലെന്ന് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് ഈ ഒരു കൊട്ടേഷൻ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് എന്താണെന്ന്? ഈ കൊട്ടേഷൻ അറ്റാക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയണതിൽ സത്യമുണ്ടെന്ന്? ചേച്ചി വിട്ടുകൊടുക്ക
കെടുക്കരുത്. ഈ ധൈര്യം ഒന്നും ഉണ്ടാവട്ടെ. കുറെ ചേച്ചിയെ പറഞ്ഞു വീഡിയോ ഇട്ട് ക്യാഷ് ഉണ്ടാക്കിയതല്ലേ, കുറച്ച് ഇങ്ങനെ പോകട്ടെ. അത് നല്ല കാര്യം സുമി, അതാണ് സൂപ്പർ. അവർ പറയും അത് കോടതിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്, കോടതിയുടെ ഇൻസ്ട്രക്ഷൻ ആണ് പരസ്പരം പറയാൻ പാടില്ല എന്ന്. അയാൾ അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് കംപ്ലൈന്റ് ചെയ്യാം. ഷീ വിൽ ഡു ദാറ്റ്. അപ്പൊ അതിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടും? ചെൽ വണക്കം. ഹായ് ചേച്ചി. തമിഴന്മാരെല്ലാം വന്നിട്ടുണ്ട്. എടാ പാണ്ടി നാറി ദരിദ്രവാസി, എടാ തക്കാളി മോനെ, നീ കൊട്ടേഷൻ ഒന്നും കൊടുക്കണടാ. പെണ്ണുങ്ങളെ ജീവിക്കാൻ വിട്ടാ മതിയടാ പാണ്ടി. പറയാനോളി പാണ്ടി, കണ്ടാറോളിക്കുണ്ടായവനെ, മര്യാദയ്ക്ക് ജീവിക്കാനുള്ള വേലയെ പാരടാ കഴുതേ. ആ ചോദ്യത്തിന് തന്നെ ഇല്ല. സമാധാനായില്ലേ? പോവാം. ഓക്കെ, ദെൻ നാളെ കാണാം കേട്ടാ. ഒരു 1 hour ആയിടാ ലൈവ് വന്നിട്ട്. പോവാം. എത്ര പേരാ വാച്ച് ചെയ്യണ മോനെ? 265. ചത്തിലടാ മൈത്താണ്ടി മോനെ, തട്ടിലിടാ മൈത്താണ്ടി. നിന്റെ അമ്മ ചത്താന്ന് പോയി നോക്കടാ, പുഴുത്താന്ന് നോക്ക്, വാരിക്കൊണ്ട് പോ. ഹായ്. എന്തൊക്കെയാണടാ പറു കാണിക്കണേ. നിനക്ക് ഇപ്പൊ ഇത് സീരിയസ്നെസ് മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, നാറി ചെറ്റകളടാ MDMക്കാരും കുറെ വ്യഭിചാരികളും കുറെ കള്ളന്മാരും കുറെ പൊറുകികളും. പിജോ, ആരൊക്കെയാണ് മമ്മിയുടെ എതിരാളികളെന്നറിയാമോ? പിജോ ജോസഫ്, ആരാണ് അവൾ? പിന്നെ വിസ തട്ടിപ്പുകാരി, ലോക ഫ്രോഡ്, കൊച്ചുങ്ങളെ കൊണ്ട് പോക്സോ കൊടുത്തിട്ട് നാട്ടുകാരെ വലിപ്പിക്കുന്ന മൈലത്തി മോള്, നാട്ടുകാരുടെ പണം വെട്ടിക്കുന്നോള്, നമ്പർ 1 ശത്രു. രണ്ടാമതാരാണ്? സീക്രട്ട് ഏജന്റ്. ഏറ്റവും ലോകത്തിലുള്ള ഏറ്റവും വലിയ വ്യഭിചാരന്മാരെ എല്ലാം വെളുപ്പിക്കുന്ന പരിപാടിയാണ് അവന്. ബഷീർ. 3 പെണ്ണുങ്ങളെ അതിഭീകരമായി അറ്റാക്ക് ചെയ്ത് അതിലൊരു പെണ്ണിനെ അടിച്ച് കൊല്ലാറാക്കി കൊണ്ടിട്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീലമ്പടനായ ഒരുത്തൻ. സീക്രട്ട് ഏജന്റ് എന്താണെന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവൻ ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും അവരാധിക്കുന്ന അവന്മാരെ എടുത്തു വെച്ച് എൻ്റെ ഫ്രണ്ടാണ് മാലൻസേട്ടൻ, എൻ്റെ ഫ്രണ്ടാണ്, മറ്റവൻ എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ കാലിൻ്റെ ഇടയിലാണ് ഞാൻ ഉള്ളത് എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ്. അടുത്ത ശത്രു ഖാദർ കരിപ്പൊടി. ആരാണ് ഈ കാക്കപ്പൊടിയെ പറ്റി CI പറഞ്ഞിട്ട് ക്രിമിനൽ ലിസ്റ്റിലുള്ളവനാണ്. MDMA കഞ്ചാവ് വിൽക്കുന്നവൻ. അങ്ങനെയുള്ള കുറേ അധികം സ്റ്റോറീസാണ് അവർ പറയുന്നത്. അതിനെല്ലാം തീവ്രവാദി, റാഡിക്കൽ ഇസ്ലാമിസ്റ്റ്, ആളുകളെ പൊടിപ്പിക്കുന്ന അങ്ങനെയുള്ള നാറി വായി നോക്കി. ശത്രുപരമൻ. തനൂജ. ലോക ഫ്രോഡ് ചെറ്റ മഹാ കാളി സാധനം. എന്തോടാ? നിങ്ങളുടെ ചാനൽ കളഞ്ഞതിന്റെ ഓണർഷിപ്പ് ആർക്കാണെന്ന്? എനിക്കറിയത്തില്ലടാ. അതൊരു പക്കം. ഇപ്പൊ ആരാണ് പാണ്ടി? ഇപ്പൊ പാണ്ടിക്കാണ് ഇളക്കം. പാണ്ടി ആരാണ്? ആ പെങ്കൊച്ചുങ്ങൾക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് ആ പെങ്കൊച്ചുങ്ങളെ ആക്രമിക്കുന്ന പന്ന പാണ്ടി. അതിഥി തൊഴിലാളി ബാല. നീ എന്തു ചോദിച്ചവനോ? ഓക്കെ അല്ലേ? ഓക്കെ. ഷെഫീന എമന്റെ കമന്റിൽ ആ പറഞ്ഞ 2 അക്കൗണ്ട് എൻ്റെ അല്ല, എനിക്ക് ഈ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. താങ്ക് യു ബിൻസ്ത. ഞാൻ ഐത്തോട്ട് നിങ്ങളാണ് അതെന്ന്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ വെരി ബിഗിനിങ് തൊട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ അവർക്കാണോ എന്നൊരു ഡൗട്ട് എനിക്ക് വന്നപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിരുന്നു കേട്ടോ. പിന്നെ ആരോ അങ്ങനെ ഒരു ഡൗട്ടായിട്ട് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇഫ് യു ഹേർഡ്, ഐ എം സോറി. കാശൊക്കെ വാങ്ങിച്ചതിന്റെ പുണ്യം ഓരോരുത്തരും ഒന്ന് കാണിക്കുന്നുണ്ട്. കാണീര്. എന്നാലും ഇത്രയൊക്കെ എനിക്ക് സന്തോഷമായി രമണ, സന്തോഷമായി. അപ്പൊ ഞാൻ സംഭവമാണ് എന്ന് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തി തന്നതിന് താങ്ക് യു. മുത്തുപ്പാണ്ടി. എടാ പാണ്ടികളെ, എടാ പാണ്ടി പഞ്ഞലികളെടാ, കേരളത്തിലെ പെണ്ണ്. എടാ ആ പെണ്ണിനെ പോലെ പൂച്ചയല്ലടാ ഇത്. ശിങ്ക കുട്ടിടാ, അടി തരുവിടാ അടി. അല്ല 1ാം ക്ലാസ് ഇടി കിടക്കി ഉനക്ക്. ഓടറാ. ഈ മൈക്ലാഞ്ചി എത്ര കളഞ്ഞാലും പിന്നെയും വരുന്ന ഇതെന്തോ അത്. സനൂജ സിമ്പതിയാണ് ഫുൾ. മറ്റുള്ളവരെ കരഞ്ഞു കാണിച്ച് സിമ്പതി പറ്റുന്നവൾ. അയ്യോ, അത് കാളിയാണ്.
അത് നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പറയുന്ന കാളിയാണ്. പക്ക ഫ്രോഡ്. വേശപ്പെണ്ണ്. നമ്പർ 1 വേശ. താങ്ക്സ്. ഓക്കെ ബിൻസ്ത, താങ്ക് യു. നിന്നെയൊക്കെ കളഞ്ഞാലും പിന്നെയും വരുമോ? ഇതെന്തോ ഇത് അല്ലേ? ആണോ? വീണ്ടും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആണോ? ഇറ്റ്സ് ഓക്കെ കഴിഞ്ഞ് ഇറ്റ്സ് ഓക്കെ. കൊറേ കളഞ്ഞടാ മമ്മി, ഒരുപാട് കളഞ്ഞ്. ഹായ് ജിംഷ സയ്യിദ്, ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു അച്ചൂസ്. സഞ്ജു പരീഖ് ഹായ്. എന്റെ പൊന്നു മക്കളെ, ചൊറഞ്ഞ് അവിടെ ഇരിക്കുകയാണല്ലോ. ചെവീനായി ചൊറഞ്ഞാൽ നടക്കത്തില്ല. ഇത് വേറെ എന്നാണെന്ന് ഇതുവരെ പിടി കിട്ടിയില്ല അല്ലേ മൈക്കിളാഞ്ചുകളെ. ഞാൻ പുതിയൊരു ചാനൽ കൂടെ തുറക്കിയിട്ടുണ്ട് കേട്ടോ. നോട്ട് ഓൺലി ദിസ് ചാനൽ, ഐ ഓൾറെഡി മെയ്ഡ് എ ചാനൽ. ഷെഫീന വിനീത് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. വിനു ഞാനും കൂടെ ചേർന്ന ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മേ ബി അതിനകത്ത് ഞാൻ വിനുവിനെ കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ. ഞങ്ങളുടെ ഫാമിലിയാണ് എല്ലാം. ഞാനും വിനുവും മോനും മാത്രമുള്ളതാണ്. അവർ മാത്രമുള്ളത്. ഉത്തരാഖണ്ഡിൽ നിന്ന് ലപ്പ്. ബീവിക്ക് ഇത്രയും ആരാധകർ. എടേ ഇത് ആരാധകരില്ല, ഇത് ഗൊട്ടേഷനാണ്. ഗൊട്ടേഷൻ. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ ലൈവിലാണ്. ഹേ പറയ് ഹേ. ഓക്കെ ഗൊട്ടേഷൻ ടീമുണ്ടേ, കൊട്ടേഷൻ ടീമുണ്ട്. ബാ ലൈവിലോട്ടു. ഹായ് ബേബി ബോലോന. ഇപ്പൊ ബോലാടാ മാതറി ചൂത്ത്. കറക്റ്റ് വഴിയിലാണ് നീ പോകുന്നത് കുട്ടി, കറക്റ്റ് പാത്തിലാണ് നീ. നോക്കൂ, ശ്മശാനം. പടച്ചു, നീ ഒരു മനസ്സെറുമില്ല. തീർന്നടാ നീ, തീർന്ന്. കട്ടറി കൊണ്ടിട്ടവൻ കട്ടറി. പുതിയ ചാനൽ ലിങ്ക് ഇട്ടേക്കു, ഉറപ്പായും കൂടെ ഉണ്ടാവും. ഞാനത് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടാ. പുതിയ ചാനലിലെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇതൊക്കെ ആര് വാടാ? കമന്റിടാ. അരസു ഗുഡ് നൈറ്റ്. അരുൺ ഭാസ്കർ, ആയ് ചേച്ചി, പ്രദീപ്, രസ്പുറോട്ട്, കുർമുർ. ഇപ്പൊ തരാം പോ. വാടാ, സമയമില്ലടാ. ആകെ ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഇരിക്കുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് എഴുതിയിട്. ഫാമിലി ഇതിലിടല്ലേ എത്താ. മക്കളെ പറഞ്ഞതുപോലെ ഭർത്താവിനെ പറയെത്താ. അറിയാം ജിംഷ, ഐ നോ ദാറ്റ്. ഐ നോ. ഞാനിപ്പോൾ വിളിച്ചിരുന്നു. എന്നെയാ? നോ വേ. നീയാണ്. എന്ത് പാടാ അത്? മൊത്തം കട്ടറാണ്. പയ്യെ പോമോന്നോ? I am driving in 30 km/h. I will reach there tomorrow morning if I drive even slower than this. This is not a turtle vehicle. Okay. It is called vehicle for a reason. Okay. അങ്ങനെയാണെങ്കിൽ we can just walk. You want to walk? Okay. ചിലരുടെ വിചാരം എന്ത് സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ ചാനൽ പോകുമെന്നാണ്. ഒരു ചാനൽ പോയാൽ 100 ചാനലിലൂടെ ഷെഫീനെ വീണ്ടും വരും. യൂട്യൂബ് തന്നെ ഇവന്മാർക്ക് പൂട്ടുണ്ട്. ഇവന്മാര് പൂട്ടി പോയുള്ളൂ, ഷെഫീനെ എങ്ങും പോകില്ല. അടുത്ത നോക്കി, ഇതിനകത്ത് സ്ട്രൈക്ക് നടക്കുന്നില്ല. എന്നാ പിന്നെ ഇങ്ങനെയാകട്ടെ. കാപ്പിപ്പൊടി എന്ന ചാനൽ ഫുൾ നെഗറ്റീവ് വീഡിയോസ് ആണ്. കൂടുതൽ രാഷ്ട്രീയം, കൂടുതൽ കൊലപാതകം, അങ്ങനെ ഫുൾ നെഗറ്റീവ് വീഡിയോസ് ആണ്. If you designated your channel as a current affairs, renew or entertainment journalism, you get more immunity from psych. അതാണ്. That is what I did, but some other idiot. Okay. ഇതിനകത്ത് അത് ചെയ്യുമോനെ? താങ്ക് യു പാവം ചാത്തുണ്ണി. പേരുണ്ട് പാവം ചാത്തുണ്ണി. താങ്ക് യു സോ മച്ച്. ഞാൻ മടുത്തു. That is completely unexpected. ഹായ് ഡാർലിംഗ്. ഹായ് ചേച്ചി, ഞാൻ പോകും. ഓക്കെ സുമി, ഗുഡ് നൈറ്റ് ആൾ. ഞാൻ ഇതിനകത്ത് അത്രയും നേരം ഇരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല പോലെ ഫേക്കുകളെ കൊണ്ടുവന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു റിമൂവ് ഫ്രം മൈ ചാനൽ. അതുകൊണ്ട് ഇരുന്നതാണ് കേട്ടോ. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്. എന്ത് റിമൂവ് ചെയ്തത്? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റിമൂവ് ആകത്തില്ലേ? അത് മറ്റേ കുറെ അധികം ഫേക്കുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിട്ടാ ചെയ്തത്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ, നാളെ കാണാം. ഇതേ നമ്മൾക്ക് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സിൽ ഇരുന്നുകൊണ്ടായിരിക്കും കുറച്ച്